പരിശുദ്ധാത്മ നിറവിൻ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മ നിയന്ത്രിത ജീവിതം, ഇതാണ് അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മ നിറവിൻ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രായോഗിക അർത്ഥം പരിശുദ്ധാത്മ നിയന്ത്രിത ജീവിതം. പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ചിന്തകളെയും എൻ്റെ വികാരങ്ങളെയും എൻ്റെ കാലുകളെയും എൻ്റെ കൈകളെയും എൻ്റെ കണ്ണിനെയും എൻ്റെ നാവിനെയും എൻ്റെ സ്വപ്നങ്ങളെയും എൻ്റെ ഇഷ്ടങ്ങളെയും എൻ്റെ അനിഷ്ടങ്ങളെയും സ്വാധീനിക്കുന്ന, പരിശുദ്ധാത്മാവിനാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു ജീവിതം. പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് എന്താണ്? പരിശുദ്ധാത്മാവ് ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മ നിറവിൻ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവത്താൽ നിറയപ്പെട്ട ജീവിതം, ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതം. അങ്ങനെയാണോ? അതെ. ദൈവത്താൽ എങ്ങനെ നിറയുന്നേ? ചോദ്യങ്ങൾ ഒരുപാടുണ്ടാവും. എല്ലാത്തിനും ഉത്തരം കിട്ടിയെന്ന് വരില്ല. ദൈവത്താൽ എങ്ങനെയാ പാസ്സായി നിറയുന്നേ? അതിന് നമുക്ക് ദൈവത്തോട് തന്നെ വേണം ഉത്തരം ചോദിക്കാൻ. പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദൈവമല്ലേ? അപ്പൊ ദൈവത്താൽ എങ്ങനെ നിറയുന്നേ? കർത്താവിനോട് ചോദിക്കുക, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്ത് കുടിക്കണം? യേശു എന്താണ് കുടിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത്? ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്താ യേശു കുടിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത്? എന്തുവാ? അപ്പൊ അതെല്ലാം അലങ്കാര പദമായിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എന്തോ കുടിക്കുന്നേ? അടുത്ത പ്രയോഗം, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. യേശുവിൽ നിന്ന് നമ്മുടെ അകത്തോട്ടൊരു ഒരൊഴുക്ക്, നമ്മുടെ അകത്തുനിന്ന് പുറത്തേക്ക് ഒരു ഒഴുക്ക്. ഇതാണ് ക്രിസ്തീയ ജീവിതം, ഇതാണ് ആത്മനിറവിൻ ജീവിതം. യേശുവിൽ നിന്ന് നമ്മളിലേക്കൊരു ദൈവീകതയുടെ ഒഴുക്ക്, ജീവന്റെ ഒഴുക്ക്, ശക്തിയുടെ ഒഴുക്ക്, സ്നേഹത്തിന്റെ ഒഴുക്ക് യേശുവിൽ നിന്ന് എൻ്റെ അകത്തോട്ട്. അത് നിറഞ്ഞിട്ട് പിന്നീട് ഞാൻ ഇടപെടുന്നവരിലേക്ക് അത് ഒഴുകണം. ഇതാണ് ആത്മനിറവിൻ ജീവിതം. ആത്മനിറവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ അവന്റെ ശരീരത്തിൽ അതിൻ്റെ ചലനങ്ങളുണ്ടാവും. അതവന്റെ ഭാഷയെ സ്വാധീനിക്കും. അവൻ പഠിച്ചിട്ടില്ലാത്ത ഭാഷ അവൻ സംസാരിക്കും. ഏത് കാര്യവും പുറത്തേക്ക് വരുന്ന ഭാഷയിലൂടെയാണ്. സന്തോഷം വന്നാൽ അത് വായിക്കൂടെ പുറത്തേക്ക് വരും, സങ്കടം വന്നാലും പുറത്തേക്ക് വരും, ദേഷ്യം വന്നാലും പുറത്തേക്ക് വരും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ അവന്റെ ഭാഷ മാറും, അവന്റെ ഇമോഷൻ മാറും, അവന്റെ ചിന്ത മാറും. പരിശുദ്ധാത്മാവ് അവനെ സ്വാധീനിക്കും. അതിന്റെ തുടക്കം എന്ന നിലയിൽ അന്യഭാഷ ലഭിക്കുന്നു. അതൊരു ദൈവിക വരദാനമാണ്. പരിശുദ്ധാത്മാവിൽ നിറയുക, പരിശുദ്ധാത്മാവിൽ നിറയുക. ഈ വിലയേറിയ അനുഭവത്തിലേക്ക് ഇന്ന് നാം നടത്തപ്പെടണം. ക്ലാസ് തീരുന്നതെന്നല്ല, ഇന്ന് തന്നെ. നമുക്ക് ചില സങ്കല്പങ്ങളുണ്ട്. മീറ്റിങ്ങിന്റെ ഒടുവിലത്തെ മിനിറ്റിൽ അത് സംഭവിക്കും, മീറ്റിങ്ങിന്റെ ഒടുവിലത്തെ ദിവസത്തിൽ അത് സംഭവിക്കും. അങ്ങനെയല്ല, മീറ്റിംഗ് തുടങ്ങുമ്പോഴേ അത് സംഭവിക്കാം. എത്രത്തോളം നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ, എത്രത്തോളം നമ്മൾ ദാഹത്തോടെ വന്നിട്ടുണ്ടോ, എത്രത്തോളം നമ്മൾ ആഗ്രഹത്തോടെ വന്നിട്ടുണ്ടോ, ഇന്ന് തന്നെ അത് സംഭവിക്കും. പരിശുദ്ധാത്മാവിനെ നിങ്ങളെ വിട്ടുകൊടുക്കാവോ? ഒരു ചെറുപ്പക്കാരൻ കുറെ നാൾ പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാഭിഷേകം കിട്ടിയപ്പോൾ അവനെ വചനം പഠിപ്പിച്ച അധ്യാപകനോട് ചെന്ന് പറഞ്ഞു, സാറേ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. സാറ് വളരെ ചിന്തനീയമായൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു, പരിശുദ്ധാത്മാവിന് നിന്നെ കിട്ടിയോ? അവൻ അല്പനേരം മിണ്ടാതെ നിന്നു. സാറ് ചോദിച്ചെനിക്ക് മനസ്സിലായില്ല.
നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി, നല്ല കാര്യം. പക്ഷെ പരിശുദ്ധാത്മാവിനെ നിന്നെ കിട്ടിയാലേ ദൈവം ഉദ്ദേശിച്ച കാര്യം നടക്കുള്ളൂ. എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ബൈബിള് കിട്ടി, എനിക്ക് തൂവാല കിട്ടി, എനിക്ക് കാറ് കിട്ടി, എനിക്ക് സ്കൂട്ടർ കിട്ടി. ഇതൊക്കെ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാവുന്നൊരു സാധനമല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ എനിക്ക് കിട്ടി എന്ന് പറയുന്നതിനേക്കാൾ പരിശുദ്ധാത്മാവിന് എന്നെ കിട്ടി എന്ന് പറയുന്ന കറക്റ്റ്. പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ എനിക്ക് കൂടുതലായിട്ട് കിട്ടി എന്നൊരർത്ഥം അതിലുണ്ടെങ്കിൽ പോലും ക്ലിയർ അർത്ഥം പരിശുദ്ധാത്മാവിന് നിന്നെ കൂടുതലായിട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുറച്ചൊക്കെ കിട്ടി തുടങ്ങി കുറെ കൊല്ലമായിട്ട്, 10 കൊല്ലമായി ഇച്ചിരിച്ചേ കിട്ടുന്നുണ്ട് പരിശുദ്ധാത്മാവിന് നിന്നെ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഒരു 3 മണിക്കൂറും, പിന്നെ ഇടയ്ക്കൊക്കെ ഒരു അരമണിക്കൂറും, പിന്നെ രാവിലെയും വൈകിട്ട് ഒരു 15 മിനിറ്റും ഒക്കെ ഇങ്ങനെ പരിശുദ്ധാത്മാവിന് നിന്നെ കിട്ടുന്നുണ്ട്. എന്നാൽ ആത്മനിറവ് അതിന്റെ ആഴത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സന്തോഷിക്കും. ഓ, എനിക്ക് ഒരാളെ കൂടെ കിട്ടി, എനിക്ക് ഒരാളെ കൂടെ കിട്ടി. അങ്ങനെ ഒരു സഭയെ മുഴുവനായിട്ട് പരിശുദ്ധാത്മാവിന് കിട്ടിയാലോ? ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളെ കൂടെ പരിശുദ്ധാത്മാവിന് കിട്ടിയാലോ? പരിശുദ്ധാത്മാവിന് ഒരാളെ കിട്ടിയാൽ പരിശുദ്ധാത്മാവ് അവനെ ഉടച്ചു വാർക്കും. പരിശുദ്ധാത്മാവിന് ഒരാളെ കിട്ടിയാൽ പരിശുദ്ധാത്മാവ് അവന്റെ ഷേപ്പ് മാറ്റും. പരിശുദ്ധാത്മാവിന് ഒരാളെ കിട്ടിയാൽ പരിശുദ്ധാത്മാവ് അവനെ ഉപയോഗിക്കും. പരിശുദ്ധാത്മാവിന് ഒരാളെ കിട്ടിയാൽ അവൻ പഴയ ആളായിരിക്കയില്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ അർത്ഥം പരിശുദ്ധാത്മാവിന് നിങ്ങളെ കിട്ടുക എന്നാണ്. നിങ്ങളെ മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ടോ പരിശുദ്ധാത്മാവിന്? ഹല്ലേലൂയ. ശൗലിനെ പരിശുദ്ധാത്മാവിന് കിട്ടി. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ആ പ്രാർത്ഥനയിൽ അവന്റെ തലയെ കൈവച്ച ആള് പറഞ്ഞത് ആത്മപൂർണനാകുക. വാസ്തവത്തിൽ ശൗലിനെ പരിശുദ്ധാത്മാവിന് കിട്ടി. ശൗലിനെ പരിശുദ്ധാത്മാവിന് കിട്ടി. ശൗൽ എന്ന പൗലോസ് പരിശുദ്ധാത്മാവിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് മാറി. ഒറ്റ ഭാഗം ശ്രദ്ധിച്ചാൽ അത് നമുക്ക് പഠിക്കാം. നമ്മള് 16-ാം അധ്യായം ഒന്ന് എടുക്കുമ്പോ, അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം ഒന്ന് എടുക്കുമ്പോ വായിക്കാം. ഇപ്പൊ ഈ വാക്യം ഞാൻ വായിക്കാമേ. 16-6 പേജ് നമ്പർ 137. അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യദേശത്തിലും കൂടി സഞ്ചരിച്ച് മുസ്യയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. ഒരു ഗോസ്പൽ ടീമാണ്. പരസ്യങ്ങളോ പബ്ലിക് മീറ്റിംഗോ നടത്തുന്ന ഒരു സ്ട്രോങ് ടീമാണ്. ലോകത്തിലെ ഏറ്റവും ശക്തനായ മിഷണറിയാണ് അതിനെ നയിക്കുന്നത്. പേര് പൗലോസ്. പക്ഷെ ഈ ടീമിനെ കൺട്രോൾ ചെയ്യുന്നത് പൗലോസ് അല്ല, ഹോളി സ്പിരിറ്റാ. പ്രൈസ് ദി ലോർഡ്. സീനിയർ മോസ്റ്റ് റൈറ്റ് റെവറൻഡ് ഡോക്ടർ പോൾ അല്ല ഇതിനെ നയിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് ഈ ടീമിനെ നയിക്കുന്നത്. എടുത്ത തീരുമാനങ്ങൾ പോലും മാറ്റിമറിക്കാൻ പരിശുദ്ധാത്മാവിന് അധികാരമുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനൊരു ലീഡറെ കിട്ടിയാൽ പരിശുദ്ധാത്മാവിനൊരു സഭയെ കിട്ടുന്നു. പരിശുദ്ധാത്മാവിനൊരു പാസ്റ്ററെ കിട്ടിയാൽ പരിശുദ്ധാത്മാവിനൊരു സമൂഹത്തെ കിട്ടുന്നു. ഓ, അതെത്ര മനോഹരമായ അനുഭവമാണ്. 16-6 അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. വചനം പ്രസംഗിക്കരുതെന്ന് വിലക്കാൻ ആർക്കധികാരം? ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കാൻ യേശുക്രിസ്തു പറഞ്ഞു. പക്ഷെ കുറച്ചു കൊല്ലം കഴിഞ്ഞപ്പോ പരിശുദ്ധാത്മാവ് പ്രസംഗിനോട് പറയുക എവിടെ പ്രസംഗിക്കേണ്ടെന്ന്. അപ്പൊ അതൊരു തിയോളജിക്കൽ മിസ്റ്റേക്ക് അല്ലേ സാറേ? അല്ല, ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവീൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ സാക്ഷികൾ ആകും. ചൂടെ ലളിതമായി പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന ശേഷം മാത്രമേ നിങ്ങൾ സുവിശേഷീകരണത്തിന് പോകാവുള്ളൂ. അങ്ങനെ പോയാൽ എവിടെ പ്രസംഗിക്കണം,
എന്ത് പ്രസംഗിക്കണം, എങ്ങനെ പ്രസംഗിക്കണമെന്ന് പരിശുദ്ധാത്മാവ് തീരുമാനിക്കും. കണ്ടോ? അപ്പം അന്ത്യകൽപ്പന സുശേഷീകരണമാണോ അതോ ശക്തീകരണമാണോ? പ്രൈസ് ദി ലോർഡ്. അന്ത്യകൽപ്പന സുവിശേഷീകരണമാണോ ശക്തീകരണമാണോ? നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ, ഇതാണ് അന്ത്യകൽപ്പന. പക്ഷെ അത് കഴിഞ്ഞേച്ച് പറയുകയാണ്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുകയുള്ളൂ, നഗരത്തിൽ കാത്തിരിക്കും. അപ്പൊ ഏതാ അന്ത്യകൽപ്പന? സ്തോത്രം. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് പഠിപ്പിച്ച ദൈവദാസന്മാരെ ഗണ്ണിച്ച് വെട്ടി നിരത്തണ്ട. അന്ത്യകൽപ്പന സുവിശേഷീകരണം തന്നെയാണ്. പക്ഷേ അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ശക്തി വേണം. ഞാൻ ഈ വിഷയത്തിന്റെ പ്രാധാന്യതയോടെ ബന്ധത്തിൽ പറയുന്നു. ഏറ്റവും ഒടുവിലായി കർത്താവ് പറഞ്ഞത് നിങ്ങൾ ശക്തി പ്രാപിക്കണമെന്ന്. അപ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമില്ല. പരിശുദ്ധാത്മ നിറവൻ ജീവിതം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് കിട്ടുക എന്നല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങളെ കിട്ടുക എന്നാണ്. ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. 16:7 മുസ്യയിലെത്തി ബിദുന്യയ്ക്ക് പോകാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. നിങ്ങൾ ഓഫീസിലേക്കോ മറ്റെവിടെയെങ്കിലോ പോകാൻ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കൊച്ചുമക്കൾ ഉള്ളവർക്കത് പറഞ്ഞാൽ മനസ്സിലാവും. കൊച്ചുമക്കൾ കയറി കയ്യെ പിടിച്ചിട്ട് ഡാഡി ഇന്ന് പോകണ്ട, അപ്പച്ച ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞാൽ ആ ഒരു സമ്മർദ്ദം ഒന്ന് ഓർത്ത് നോക്കി. ഇതുപോലെ പോളിനെ സമ്മതിച്ചില്ല എന്നുള്ള പ്രയോഗം കണ്ടോ? എന്തൊരു പ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്, ട്രാൻസ്ലേഷൻ. സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ പോകാനായിട്ട് പൗലോസിന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആഗ്രഹം എല്ലാം നടത്തിപ്പായിരിക്കണമെന്നില്ല. ഇമോഷനും ആത്മനടത്തിപ്പും തമ്മിൽ തിരിച്ചറിയാൻ വളരെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു വികാരം തോന്നിയാൽ, ഒരു ആവേശം തോന്നിയാൽ നടത്തിപ്പായിരിക്കണമെന്നില്ല. പൗലോസിന് പോകണമെന്നുണ്ട്. 6-ാം വാക്യത്തിൽ വിലക്കി, 7-ാം വാക്യത്തിൽ സമ്മതിച്ചില്ല. ഈ രണ്ട് പ്രയോഗങ്ങളും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ ഇവരെ നയിക്കുന്നത് ആരാ? ഇവരുടെ മേലുള്ള പരിശുദ്ധാത്മ സാന്നിധ്യം മൊബൈലിന്റെ പ്രശ്നമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അടുത്തെങ്ങാനും മൊബൈൽ ഇരിപ്പുണ്ടോ? സ്തോത്രം. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? അതിൻ്റെ അകത്തെല്ലാം ഈ ശബ്ദം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പോ പരിശുദ്ധാത്മാവിനെ പോളിനെ കിട്ടി എന്ന കാര്യം മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഭാഗത്ത് നിന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിൽ നിറയുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ശരിയായ അർത്ഥം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക എന്നാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടി എന്ന് നാം പറയുന്ന ആ നല്ല കാര്യം ഒരർത്ഥത്തിൽ ശരിയാണെങ്കിലും അതിൻ്റെ ശരിയായ അർത്ഥം പരിശുദ്ധാത്മാവിന് നിങ്ങളെ കിട്ടി എന്നാണ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാം. പക്ഷെ സാധ്യമല്ല. ദൈവത്തെ മനുഷ്യൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നടക്കത്തില്ല. എന്നാൽ ദൈവത്തിന് മനുഷ്യനെ ഉപയോഗിക്കാം. അപ്പോൾ പരിശുദ്ധാത്മാവിന് നിങ്ങളെ ലഭിച്ചാൽ പരിശുദ്ധാത്മാവിന് നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഷെയ്പ്പ് ചെയ്യാൻ തുടങ്ങും. ഒരു ഉപയോഗമുള്ള സാധനം ഉണ്ടാക്കിയെടുക്കാൻ എത്രയോ പണി അതിൽ നടന്നിട്ടുണ്ട്. ഒരു കത്തിയാവട്ടെ, ഒരു മൈക്കാവട്ടെ, അതിൻ്റെ സ്റ്റാൻഡാവട്ടെ, ഒരു കബോർഡാവട്ടെ, ഉപയോഗമാകണമെങ്കിൽ അതെത്രയോ ഷെയ്പ്പ് ചെയ്യപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിന് നിങ്ങളെ കിട്ടിയാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഷെയ്പ്പ് ചെയ്യും. ഒരിക്കലല്ല, എന്നും, ജീവിതാന്ത്യം വരെയും
അവൻ നമ്മളെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മാത്രമേ അവന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അവൻ്റെ കരങ്ങളിൽ ഉപയോഗമുള്ള പാത്രമായി തീരാൻ എത്ര പേർ ഇന്ന് രാത്രി സമർപ്പിച്ചു കൊടുക്കും? പരിശുദ്ധാത്മ നിറവിൻ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു ചെറിയ മുഖവരെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി ഇതിൻ്റെ ബാലപാഠം നമുക്ക് തുടങ്ങാം. ക്ലാസിൻ്റെ 1-ാം ദിവസം എന്ന നിലയിൽ പരിശുദ്ധാത്മ നിറവിൻ്റെ പ്രാധാന്യത. അഞ്ച് കുറിപ്പുകൾ നമുക്ക് നോക്കാമെന്ന് വിചാരിക്കുന്നു. പരിശുദ്ധാത്മ നിറവിൻ്റെ ഇമ്പോർട്ടൻസ്. ഒന്നാമത്തെ കുറിപ്പ് സ്നാപക യോഹന്നാന്റെ വാക്കുകൾ. എഴുതുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പ്രധാന പോയിന്റ് പറയുമ്പോൾ ഒരു മിനിറ്റ് നിൽക്കുന്നത്. ഒരു നോട്ട്ബുക്കിൽ കുറിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, കുറിക്കലും ബൈബിൾ മറിക്കലും കൂടെ ബുദ്ധിമുട്ടാണ്. അതും ശരിയാ. രണ്ടാമത്തെ ഒരു സംശയം, ഇതിങ്ങനെ കുറിച്ചിടുമെന്നല്ലാതെ പിന്നെ നോക്കുന്നൊന്നുമില്ല, അപ്പൊ പിന്നെ ശ്രദ്ധിച്ച് കേട്ടാ പോരെ. അതും ശരിയാണ്. എന്നാൽ ഒരു ചെറിയ മനഃശാസ്ത്രവശം പറയാം. നിങ്ങളിത് കുറിക്കുകയാണെങ്കിൽ ഡബിൾ എഫക്റ്റാ. ആ നോട്ട് പിന്നെ വായിക്കുന്നതല്ല വിഷയം, കുറിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് കുറിക്കും. കാരണം നിങ്ങളുടെ ബ്രെയിൻ ഇതിനകത്ത് സഹകരിക്കാതെ എഴുതാൻ ഒക്കുകയില്ല. അപ്പോൾ അത് കേൾക്കുന്നതും എഴുതുന്നതും കൂടെ വരുമ്പോൾ ഭയങ്കര പവറായിരിക്കും, ഓർത്തിരിക്കും. പിന്നെ എപ്പോഴേലും ഒന്ന് നോക്കാൻ ഒത്താൽ അതും ഭാഗ്യമായി. മത്തായി സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം. യേശുവിന്റെ മുന്നോടിയായി വന്ന സ്നാപകന്റെ വാക്കുകൾ. ക്ലാസ് ആണേ, ശ്രദ്ധിക്കണം. യേശുവിന്റെ മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാൻ. യേശു കർത്താവിനെ സ്നാനപ്പെടുത്തിയ സ്നാപക യോഹന്നാൻ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇങ്ങേരേക്കാൾ വലിയൊരാളില്ലെന്ന് ഈശോ മിശിഹാ സാക്ഷ്യപ്പെടുത്തിയ വ്യക്തി. അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞ കാര്യമാണ് ആത്മസ്നാനം. വായിച്ചോ. ഞാൻ നിങ്ങളെ അപ്പോൾ അദ്ദേഹം സ്നാനം നടത്തിക്കൊണ്ടിരിക്കുക. അടുത്തത് ശ്രദ്ധിച്ചോ. പ്രാധാന്യത നമ്പർ 1, യോഹന്നാൻ സ്നാപകന്റെ വാക്കുകൾ. യോഹന്നാൻ സ്നാപകന്റെ വേഷം എന്തായിരുന്നു? യോഹന്നാൻ സ്നാപകന്റെ ഭക്ഷണം എന്നായിരുന്നു? 3-1 വായിച്ചു. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ മനുഷ്യനെ കുറിച്ച് ഒന്നുകൂടെ ധ്യാനിച്ചു. ഈ പുള്ളിക്കാരന്റെ ഡ്രസ് കോഡ് കണ്ടോ? കേട്ടില്ലേ? എന്തായിരുന്നു? ഈ എന്താ ഇങ്ങനെ ഒരു യൂണിഫോം ഈ പുള്ളിക്ക് കൊടുത്തേ? എൻ്റെ ഒരു വിശ്വാസം പറയാം, ഈ പുള്ളിക്ക് ഒരു ഷർട്ട് മേടിച്ചു കൊടുക്കാൻ പറ്റുകയില്ല നമുക്ക്. ഇപ്പം നിങ്ങളുടെ വീട്ടിലെങ്ങാനും ഒരു മീറ്റിങ്ങിന് വിളിച്ച് ഒരാഴ്ച താമസിച്ച് പോകാൻ നേരത്ത് പീറ്റർ ഇംഗ്ലണ്ടിന്റെ ഒരു ഷർട്ട് മേടിച്ചോണ്ട് എന്നാ പുള്ളി പറയും ഞാൻ ഇടുകയില്ല. എന്നാ പിന്നെ ലൂയിസ് ഫിലിപ്പാണല്ലോ, ഇല്ല ഇടുകയില്ല. എന്നാ പിന്നെ ഒരു ഫുഡിന് വിളിച്ചാലോ, വരികയില്ല.
അല്ല, നമുക്ക് പുറത്തു പോകാം, ഹോട്ടലിൽ. ഇല്ല, യോഹന്നാനെ കിട്ടുകയില്ല. കാരണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല, നിങ്ങളിടുന്ന ഉടുപ്പും ഞാൻ ഇടുകയില്ല. എന്താ കാര്യം? കോംപ്രമൈസ് ചെയ്യണ്ടല്ലോ. ഈ തീപ്പൊരി പോലെയുള്ള പ്രവാചകന്മാര് മനുഷ്യരുമായിട്ട് അധികം അടുക്കരുത്. അടുത്താ പിന്നെ മുഖസ്തുതി പറയേണ്ടി വരും. ഒരു നല്ല ദൂത് ഒരു പ്രവാചകൻ പറഞ്ഞാൽ അങ്ങേരെ വീട്ടിൽ കൊണ്ടുപോകും, പിന്നെ അങ്ങേരെ നമ്മൾ പോക്കറ്റിലാക്കും. പിന്നെ നമുക്ക് വിഷമമുള്ള ദൂത് വല്ലതും പുള്ളി പറയുമോ? അതുകൊണ്ട് പ്രവാചകന്മാരെ അധികം അടുപ്പിക്കരുത്, അധികം അടുക്കരുത്. അവരുടെ ദൂത് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ദൂത് പോയാൽ പിന്നെ നമുക്കൊരു പ്രവാചകൻ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകും. നാഥാനും ദാവീദുമായിട്ട് ഇച്ചിരി അടുപ്പായിരുന്നു. അത് കാരണം പള്ളി പണിതോളാൻ പറഞ്ഞു. എനിക്കിങ്ങനെ ഒരു നടത്തിപ്പുണ്ട്, പണിതോ. തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, ആരോട് ചോദിച്ചാൽ പണിതോളാൻ പറഞ്ഞ് ചെന്ന് പോയി ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. അടുത്താൽ അനുകൂല ദൂത് പറയും. അനുകൂല ദൂത് പറയുന്നവരെയായി ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം. നിന്നെ വേദനിപ്പിക്കുന്ന ഒരു ദൂതല്ലോ ഇതിനകത്ത് വന്നെങ്കിൽ നീ ദൈവത്തെ സ്തുതിച്ചോണം. പ്രൈസ് ദി ലോർഡ്. കുത്തുന്ന, മുറിക്കുന്ന, വേദനിപ്പിക്കുന്ന, തിരുത്തുന്ന ഒരു ദൂത് വല്ലതും വന്നെങ്കിൽ നീ ഓർത്തണോ, അത് ദൈവത്തിൽ നിന്ന് വന്നതാ. നിന്നെ സുഖിപ്പിക്കുന്നത് മാത്രം വരുന്നതെങ്കിൽ അത് ജഡത്തിൽ നിന്ന് വരുന്നതാന്ന് ഓർത്തോണം. യോഹന്നാൻ സ്നാപകനെ ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ, ആർക്കും സ്വാധീനിക്കാൻ പറ്റുകയില്ല. യോഹന്നാൻ സ്നാപകനെ ആർക്കും വളയ്ക്കാൻ പറ്റുകയില്ല. യോഹന്നാൻ സ്നാപകനെ ആർക്കും കിട്ടത്തില്ല. അയാൾ ദൈവത്തിന് മാത്രമേ കിട്ടുള്ളൂ. അയാൾ ദൈവത്തിന്റെ വകയായിരുന്നു. ഓക്കെ, ഈ മനുഷ്യൻ പ്രസംഗിക്കുക, വായിച്ചോ. ഒരു പഞ്ചായത്ത് മുഴുവൻ ഇളകി വന്ന് സ്നാനപ്പെടുക ഒരു മനുഷ്യന്റെ പ്രസംഗം കേട്ടപ്പോ. എന്തൊരു ശുശ്രൂഷയാ! അത് പഠിക്കുമ്പോൾ വേറൊരു കാര്യം ഓർത്തോണം. യോഹന്നാൻ അത്ഭുതമൊന്നും ചെയ്തിട്ടില്ലെന്ന് വാക്യമുണ്ട്. അപ്പൊ ഈ ആള് മുഴുവൻ വന്നത് അത്ഭുതം കണ്ടിട്ടാണോ? ഒരു പനി പോലും മാറിയിട്ടില്ല, ഒരത്ഭുതം നടന്നിട്ടില്ല. പക്ഷെ ജനം കൂട്ടത്തോടെ ഇളകി വരിക. ഇന്ന് എവിടെയെങ്കിലും ആള് കൂടുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ആ മിറക്കിൾസിന്റെ പരസ്യമെങ്കിലും കാണും. മിറക്കിൾസ് നടന്നില്ലെങ്കിലും ഒരു പബ്ലിസിറ്റി എങ്കിലും കാണും. ഞാൻ അത്ഭുതങ്ങൾക്ക് അനുകൂലമുള്ള ആളാണ്, എതിരല്ല. ഞാനൊരു മറുവശം പറയുക, ദൈവം അത്ഭുതം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഇന്ന് ഇവിടെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെ കൊച്ചാക്കി പറയുന്ന ഒരു ഉപദേശിയല്ല ഞാൻ. അതിന്റെ മറുവശം ഞാൻ പറയുകയാണ്, യോഹന്നാൻ ഒരു പനി പോലും പ്രാർത്ഥിച്ചു മാറ്റിയിട്ടില്ല. നാളെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വിടുതലാണെന്ന് യോഹന്നാൻ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ജനം കൂട്ടത്തോടെ ഇളകി വന്ന് സ്നാനപ്പെട്ടെങ്കിൽ അതെന്തൊരു മിനിസ്ട്രി ആയിരുന്നു, അതെന്തൊരു ദൂതായിരുന്നു. അങ്ങനെയുള്ളവരെയാണ് ഈ തലമുറയ്ക്ക് ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ഇനി വായിച്ചോ. വായിച്ചോ വായിച്ചോ. അതായത് യോഹന്നാൻ സ്നാപകന്റെ വാക്കുകളുടെ ഗാംഭീര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യോഹന്നാനെ കുറിച്ച് ഒരു ചെറിയ വിവരണം തന്നുകൊണ്ടിരിക്കുക. ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞു, ഫുഡിന്റെ കാര്യം പറഞ്ഞു, ശുശ്രൂഷയുടെ പവറും പറഞ്ഞു. ഒരു ഹീലിംഗും ഇല്ലാതെ ജനത്തെ സ്വാധീനിച്ചു. ഈ ജനം വന്നത് സൗഖ്യത്തിനല്ല, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനല്ല, ദൂത് കേൾക്കാനുമല്ല, എന്ന് പറഞ്ഞാൽ ഭാവി അറിയാനുമല്ല. പിന്നെന്തിനാ? അനുതാപവും മാനസാന്തരവുമാണ് അവരെ കൂട്ടിവരുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഇങ്ങോട്ട് ആളുകൾ വന്നപ്പോ 7-ാം വാക്യം വായിച്ച്. ഇങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും സ്ഥാനപ്പെടാൻ വരുമോ?
നിങ്ങൾ ശ്രദ്ധിച്ചില്ല വാക്യം. സ്നാനപ്പെടാൻ 100 കണക്കിന് ആളുകൾ വന്നപ്പോ ഉപദേശി സ്നാനകുളത്തിന്റെ വാതിക്കത്തോട് ചോദിക്കുക, പാമ്പിന്റെ മക്കളെ, നിന്നെയൊക്കെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അങ്ങനെ തന്നെയല്ലേ എന്റെ മലയാളം അല്ലേ? സഭ്യമായ ഭാഷ എന്നുള്ളതേ ഉള്ളൂ. നമ്മളാരെയും സ്നാനത്തിന് ഇത്രയും കൈവയ്ക്കാൻ മതി, അവരെ എടുത്തുകൊണ്ട് സ്നാനപ്പെടാൻ തയ്യാറായിട്ട് നിൽക്കുക. വണ്ടിയൊക്കെ ഞങ്ങൾ വിട്ടതല്ല, ഈ സഭ വിട്ട് ഇറങ്ങും പോകരുതെന്നാണ് നമ്മുടെ ഡിമാൻഡ്. യോന പറയുന്നത്, ആരാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞോട്ടെ? എന്നിട്ടും പോയില്ല ഒരെണ്ണം. ഇങ്ങനെയുള്ളതേ നിൽക്കുള്ളൂ, അതാ ഇതിന്റെ കാര്യം. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരെണ്ണം പോയില്ല. നമ്മള് താലപ്പൊലി പിടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ തപ്പി നടക്കുക, എവിടെയാ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ്. പിന്നെ അച്ഛാ അമ്മയെന്നൊക്കെ വിളിച്ച് നമ്മൾ നിർത്തുക, പോവാതിരിക്കുക. ഇങ്ങനെ പറഞ്ഞിട്ട് ഒറ്റ എണ്ണം പോയില്ല. എന്തായി ചോദ്യത്തിന്റെ അർത്ഥം? ചോദ്യത്തിന്റെ അർത്ഥം കൂടെ പറയാം. സർപ്പസന്തതികളെ എന്ന് പറഞ്ഞാൽ ആ പഴയ പാമ്പിന്റെ മക്കളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശം തന്ന ആര് എന്ന് പറഞ്ഞാൽ, ഇതൊരു ട്രെൻഡ് ആയതുകൊണ്ട് വന്നതാണോ? ഇപ്പൊ ഒരു സിനിമ പോയി കണ്ടുവെച്ച് അവര് വന്ന് ഇങ്ങോട്ട് പറയുക, ഒന്ന് കാണേണ്ടതാ കേട്ടോ എന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം പൊക്കോളും. അവിടെ പോയിരുന്ന് ഉറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ട്രെൻഡിന് അടിമയാ മനുഷ്യൻ. അതിപ്പോ ഒരു ബനിയൻ ഇറങ്ങിയാലും മതി, ഒരു ചെരുപ്പ് ഇറങ്ങിയാലും ട്രെൻഡായ പിന്നെ വിജയിച്ചു. അപ്പൊ ഈ ആൾക്കാരെല്ലാം ഈ യോഹന്നാന്റെ പ്രസംഗം കേൾക്കാൻ പോകുന്നത് ഒരു ട്രെൻഡാ. യോഹന്നാൻ ചോദിക്കുക, യഥാർത്ഥത്തിൽ നിങ്ങൾ വരാൻ കാര്യം എന്നാ? യഥാർത്ഥത്തിൽ നിങ്ങൾ വരാൻ കാര്യം വരാൻ പോകുന്ന കോപത്തെ കുറിച്ചുള്ള വെളിപ്പാടാണെങ്കിലേ നിൽക്കത്തുള്ളൂ. വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചുള്ള ഭയമാണെങ്കിലേ നിലനിൽക്കത്തുള്ളൂ. താൽക്കാലിക കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള വരവാണെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ ഇട്ടച്ചു പോകും. വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് സ്നാനപ്പെടുന്നതെങ്കിലേ നിലനിൽക്കത്തുള്ളൂ. അതാണ് ഒന്നാമത്തെ പ്രയോഗത്തിന്റെ അർത്ഥം. രണ്ടാമത്, മാനസാന്തരത്തിന് യോഗ്യമായ ബലം കായ്പിനെന്ന് പറഞ്ഞാൽ വന്നാ പോരാ, നിക്കണമെന്ന്. ഒരുപാട് ആള് വരുന്ന കണ്ടോണ്ട് യോഹന്നാൻ ആവേശഭരിതനായില്ല. യോഹന്നാൻ പറയുക, വന്നാ പോരാ, നിക്കണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാൻ ഒരു ലൈഫ് മുഴുവനെടുക്കും. സ്നാനപ്പെടാൻ 3 മിനിറ്റ് മതി. മാനസാന്തര സ്നാനത്തിന് 3 മിനിറ്റ് മതി. പക്ഷെ മാനസാന്തര ജീവിതത്തിന് ഒരു ലൈഫ് മുഴുവൻ വേണം. അതിന് തയ്യാറാണോ? ഇതാ ചോദ്യം. ഇങ്ങനെ തീപ്പൊരി ചിതറുന്ന പ്രസംഗമാണ്. അങ്ങനെ ഇങ്ങോട്ട് വരികയാണ്. അടുത്ത പാരമ്പര്യത്തെ വെട്ടുകയാണ്. അബ്രഹാം 9-ാം വാക്യം എന്ന് പറഞ്ഞാൽ, ഈ മാനസാന്തരം കഴിഞ്ഞേച്ച് ഞങ്ങൾ പഴയ പാരമ്പര്യം കൊണ്ടാ വന്നതെന്നൊന്നും പറയരുത് എന്നും കൂടെ ഓർപ്പിക്കുക. വായിച്ചോ. പിന്നെ ആമേൻ. ഒരു ന്യായവിധിയെ കുറിച്ചും കൂടെ അദ്ദേഹം ഓർപ്പിക്കുക. അതാ വരുവാനുള്ള കോപം. തന്റെ പ്രസംഗത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം ന്യായവിധിയുടെ കാര്യം പറയുന്നു. ആദ്യം പറഞ്ഞു, ഒരു കോപ ദിവസം വരാൻ പോകുന്നു. കുഞ്ഞാടിന്റെ കോപ ദിവസം വരുന്നേരം, കുഞ്ഞാടിന്റെ കോപ ദിവസം വരുന്നേരം, ഓടും ദുഷ്ടർ തേടും രക്ഷ കാണുകയില്ല നിശ്ചയം. ഓടും ദുഷ്ടർ തേടും രക്ഷ കാണുകയില്ല നിശ്ചയം. കുഞ്ഞാടിന്റെ കോപ ദിവസം വരുവാനുള്ള കോപത്തെ വിട്ടൊഴിയുവാൻ നിങ്ങളോട് ആര് ബുദ്ധി പറഞ്ഞു? ഈ സ്നാനത്തിലൂടെ, ഈ മാനസാന്തരത്തിലൂടെ വരാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുകയാണ്. വരാനുള്ള ന്യായവിധിയിൽ നിങ്ങൾ രക്ഷപ്പെടുകയാണ്. മലാഖി 4:1 ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും.
അന്ന് കത്തുന്നത് വിറകല്ല, അന്ന് കത്തുന്നത് മനുഷ്യരാണ്. അഹങ്കാരികളൊക്കെയും തളടിയായി പോകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ നീക്കിക്കളയും. എന്നാൽ നിങ്ങൾക്കതിന്റെ ഇടയിൽ ഒരു സംരക്ഷണം ഉണ്ടാകും. ഇതിനാണ് മാനസാന്തരം, ഇതിനാണ് സ്നാനം, ഇതിനാണ് വിശുദ്ധ ജീവിതം. വീട് ന്യായവിധിയെ കുറിച്ച് ഓർപ്പിക്കുകയാണ്. പാരമ്പര്യം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയും. വരാൻ പോണ ന്യായവിധി. ഓക്കെ, വായിച്ചോ. ഇനിയുള്ളതാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നാനപ്പെടുന്നവരോടാ പറയുന്നത്, മാനസാന്തരപ്പെട്ടവരോടാ പറഞ്ഞത്. വരാനുള്ള കോപത്തെ ഒഴിഞ്ഞവരോടാ പറയുന്നത്. കേട്ടോണേ, വരാനുള്ള കോപത്തെ ഒഴിഞ്ഞുപോയവരോടാ പറയുന്നേ, മാനസാന്തരപ്പെട്ടവരോടാ പറയുന്നേ, സ്നാനപ്പെട്ടവരോടാ പറയുന്നേ, അല്ലെ പെടുന്നവരോടാ പറയുന്നേ. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നേ ഉള്ളൂ. ആ ആ ആ അവൻ യേശുക്രിസ്തു, ബ്രാക്കറ്റിൽ അവൻ യേശുക്രിസ്തു. നിങ്ങളെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്നാനപ്പെടുത്തിയ നിങ്ങളെ. ക്ലിയർ അല്ലേ? ഞാൻ ഈ സ്നാനപ്പെടുത്തിയ നിങ്ങളെ, മാനസാന്തരപ്പെട്ട നിങ്ങളെ, വരാനുള്ള കോപത്തെ ഒഴിഞ്ഞു പോകാൻ ആഗ്രഹിച്ച നിങ്ങളെ യേശു എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിലും തീയിലെ സ്നാനപ്പെടുത്തും. ജലസ്നാനം ആരേറ്റുവോ, ആര് മാനസാന്തരപ്പെട്ടുവോ, ആര് വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു പോകാൻ ആഗ്രഹിച്ചുവോ അവർക്കാണ് ആത്മസ്നാനം, അവർക്കാണ് അഗ്നിസ്നാനം. ഇത് സിമ്പിളായ ഒരു കാര്യം ഇപ്പോൾ ഈ പറഞ്ഞത്. വെരി സിമ്പിൾ. എന്നാൽ ചില പണ്ഡിതന്മാർ, വിശേഷാൽ ബ്രദറൻ ബാപ്റ്റിസ്റ്റ് ചിന്തകന്മാർ ഈ ഭാഗത്തെ വേറൊരു നിലയിലാണ് പഠിപ്പിക്കുന്നത്. ആ അഗ്നിസ്നാനം ന്യായവിധിയാണ് എന്ന് പഠിപ്പിക്കുന്നു. ന്യായവിധിയെ സ്നാനമെന്ന് പറയണോ? ഇവിടെ ഇത് രണ്ടും ഒരു കൂട്ടരക്കാന്ന് വായിച്ചാൽ മനസ്സിലാവും. വെറും സാധാരണ മലയാളം വായന മനസ്സിലാവും. ഇതര ട്രാൻസ്ലേഷനും അങ്ങനെ തന്നെയാണ്. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ മുക്കുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലോ തീയിലോ എന്നാണോ? അല്ല, പരിശുദ്ധാത്മാവിലും തീയിലും രണ്ടും ഒരാൾക്ക് തന്നെയാ. അപ്പൊ പിന്നെ പ്രശ്നം എന്നാ? തീ ന്യായവിധിയെ കാണിക്കുന്നു എന്ന് ബൈബിളിലുണ്ട്, അത് കറക്റ്റാ. അപ്പൊ അത് ഈ ക്ലാസ്സിലെ ഒരു വിഷയമാണ്. ദൈവത്തിന്റെ തീ എന്നൊരു ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ ഏതിലെങ്കിലും വരും. അപ്പോൾ അത് വിശദമായി പറയാം. ദൈവത്തിന്റെ തീ. ഈ കാലഘട്ടത്തിൽ ഇത് കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതിനെ വല്ലാതെ കൺഫ്യൂഷനാക്കിയിട്ടിരിക്കുക. ഞാനിപ്പോൾ ഈ വർഷം എല്ലായിടത്തും ഈ വിഷയം എടുത്തുകൊണ്ടിരിക്കുന്നത്. ബഹ്റിനിൽ ഈ വിഷയം എടുത്തു പോന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ വിളിച്ചു, പാസ്റ്ററെ, തീ എന്ന് പറഞ്ഞാൽ ന്യായവിധി ആണെന്നാണല്ലോ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു, ആണോ? ആ സിസ്റ്റർ അങ്ങനെയാണോ മനസ്സിലാക്കി? ആ അല്ല, എനിക്കിപ്പോൾ ആകെ കൺഫ്യൂഷനാണ്. എന്നാ പ്രശ്നം? ഒരാൾ പറഞ്ഞു, തീ അയക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ന്യായവിധി അയക്കത്തുള്ളൂ. ഈയോടാ കുഴഞ്ഞല്ലോ. അപ്പം പ്രാർത്ഥനയിലെ അക്ഷരത്തെറ്റ് നോക്കി ന്യായവിധി അയക്കുന്നവനാണോ ദൈവം? ഇനി അഥവാ തിയോളജിക്കൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ മനുഷ്യരെ പേടിപ്പിക്കുന്ന എന്തിനാ? ഇനി പഠിക്കണോ? പഠിപ്പിക്കാം. ദൈവത്തിന്റെ തീ ന്യായവിധിയെ കാണിക്കുന്നു എന്നുള്ളതിന് ഞാനൊരു 7 കുറിപ്പ് തരാം. ദൈവത്തിന്റെ തീ അനുഗ്രഹത്തെ കാണിക്കുന്നു എന്നുള്ളതിന് ഒരു 8 കുറിപ്പും തരാം. അപ്പൊ നമുക്കൊരു കോംപ്രമൈസിലെത്താൻ മേലേ. ഈ വചനം എന്തിനാ വളയ്ക്കുന്നേ? എന്തിനാ വചനം വളച്ചൊടിക്കുന്നേ? ഇവിടെ ആത്മസ്നാനവും അഗ്നിസ്നാനവും ഒരേ ആൾക്ക് തന്നെയാണ്. ഇന്നേക്കൊരു 50 കൊല്ലം മുമ്പ് നമ്മുടെ എല്ലാ കൂട്ടങ്ങളിലും പാടുന്ന ഒരു പാട്ടുണ്ട്, തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക. ഇപ്പോഴത്തെ ആധുനിക വിദഗ്ധന്മാർ പറയുന്നു അത് പാടരുത്. അത് പാടിയുണ്ടായ സഭയെ കയറുന്നുണ്ട്. അപ്പൊ ഇത് പറയുന്നത് എന്നെയും എനിക്കുള്ള സകലത്തെയും
യാഗമായർപ്പണം ചെയ്യുന്നു ഞാൻ. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായർപ്പണം ചെയ്യുന്നു ഞാൻ. ഓ തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക, തീ കത്തിക്ക. ആമേൻ. പണ്ടൊരു കാലത്തു മോശ കണ്ട മുൾപടർപ്പിനുള്ളിൽ കത്തിയൊരു, പണ്ടൊരു കാലത്തു മോശ കണ്ട മുൾപടർപ്പിനുള്ളിൽ കത്തിയൊരു, തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക, തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ. ഓ മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിനശുദ്ധിയെ നീക്കിടുവാൻ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിനശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക, തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ഓ തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. അപ്പോൾ തീയോടുപമിച്ച് പരിശുദ്ധ ആത്മാവിന്റെ അനുഭവത്തെ പഠിക്കാമോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ദൈവം അനുവദിച്ചാൽ നാളെ അതൊരു പേജാണ്. ധ്യാനിക്കണം. ഈ തലമുറ അത് പഠിച്ചേ പറ്റൂ. സ്തോത്രം. അതുകൊണ്ട് ഇപ്പോൾ ഇതിനിടയിൽ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ വിഷയം സ്നാപകന്റെ വാക്കുകൾ. ആ മനുഷ്യൻ ഒരു മെസ്സേജിന് വേണ്ടി ജനിച്ചു, ഒരു മെസ്സേജിന് വേണ്ടി ജീവിച്ചു, ഒരു മെസ്സേജ് പറഞ്ഞു മരിച്ചു. ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, മെസ്സേജ് പറഞ്ഞ് ജീവിക്കുകയല്ലായിരുന്നു പുള്ളി, മെസ്സേജ് പറഞ്ഞ് മരിക്കുകയായിരുന്നു. ഒന്നുകൂടെ പറയാം, ജീവിക്കാൻ വേണ്ടി മെസ്സേജ് പറഞ്ഞ ആളല്ല, മരിക്കാൻ വേണ്ടി മെസ്സേജ് പറഞ്ഞ ആൾ. മെസ്സേജ് ഇച്ചിരി ലൂസാക്കി പറഞ്ഞിരുന്നെങ്കിൽ ചാവുവോ? ഇത് ജീവിക്കാൻ വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു മെസ്സേജിന് വേണ്ടി അയാൾ ജനിച്ചു, ഒരു മെസ്സേജിന് വേണ്ടി അയാൾ ജീവിച്ചു, ഒരു മെസ്സേജിന് വേണ്ടി അയാൾ മരിച്ചു. എന്തൊരു ജീവിതമായിരുന്നു! ശക്തമായി ദൂത് പറയുന്ന ആളുകൾക്ക് ഇഷ്ടമാ, അവരെ സ്വാധീനിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ യോഹന്നാൻ പറഞ്ഞു, മുഖത്ത് നോക്കി പറഞ്ഞു, പറ്റത്തില്ല. അതുകൊണ്ട് തലപോയി. കുറച്ചു കാലം കൂടെ വേണം ജീവിക്കാമായിരുന്നു, ആളുകളുടെ പ്രീതി കിട്ടുമായിരുന്നു. പക്ഷെ സ്വർഗത്തിൽ പോണ്ടേ? ആക്സിഡന്റും ട്യൂമറും ക്യാൻസറും എല്ലാം വാതുക്കല. അതുകൊണ്ടൊന്നും നമ്മൾ ഇനിയും മനുഷ്യരെ പ്രസാദിപ്പിക്കണ്ട. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒക്കെ അസുഖം വരിക. അസുഖം വന്നു കഴിയുമ്പോൾ നമുക്ക് കുറ്റബോധം ഇല്ലാതെ ഇവിടുന്ന് പോകണ്ടേ? കർത്താവേ, ഞാൻ ഇച്ചിലൂടെ തിരുത്തേണ്ടതായിരുന്നു എന്ന് അന്നേരം കരയാതെ ഇപ്പൊ അങ്ങ് തിരുത്തിക്കൂടെ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്നാപകൻ മരിച്ചെങ്കിലും സ്നാപകൻ തിരുത്തിയച്ചാ മരിച്ചത്. 100 കൊല്ലം ജീവിച്ചാലും 50 കൊല്ലം ജീവിച്ചാലും ഇവിടെ കൊണ്ട് ജീവിതം തീരുന്നില്ല. ഇന്നലെ ഒരു ശവടക്കം ഉണ്ടായിരുന്നു പെരുമ്പാവൂര്.
എനിക്ക് ആ ശവടക്കിന് കൂടാൻ പറ്റിയില്ല. എനിക്ക് വേറെടുത്ത് പോകണം. പക്ഷെ ഞാൻ രാവിലെ അവിടെ ചെന്നു. ആ അച്ചായൻ്റെ മകള്, പ്രിയ മകള്, പൊന്നു മോളെന്നാ അച്ചാൻ വിളിച്ചുകൊണ്ടിരുന്നത്. അവൾ ബീഹാറിലെ മിഷണറിയാ, ഡോക്ടർ അലക്സിന്റെ ഭാര്യ ലാലി. അവൾ എന്നെ കണ്ടുപിടി ഓടി എന്ന് പറയാ. അവരുടെ കല്യാണമൊക്കെ നടക്കുമ്പോൾ ഞാൻ അവിടുത്തെ പാസേ അപ്പൻ ഇതിനു മുമ്പൊക്കെ ഞാൻ വരുമ്പത്തേ ഈ കസരയിലായിരിക്കുന്നത്. ഇന്ന് അപ്പൻ അങ്ങ് ബസ് സ്റ്റാൻഡ് തൊട്ട് ഇരിക്കുക എന്നെ എതിരേൽക്കാൻ. മനസ്സിലായോ? മരിച്ച പടം വെച്ചിരിക്കുന്നതായി പറഞ്ഞ്. ഈ കൊച്ചു വല്ലാതെ കരയുമ്പോ എങ്ങനെ അതിനെ ആശ്വസിപ്പിക്കുമെന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചാ ചെന്നേ. അപ്പൊ പുള്ളിക്കാരത്തി ചിരിച്ചോണ്ട് എന്നോട് പറയാ, ഇതിനു മുമ്പൊക്കെ ഞാൻ വരുമ്പോ അപ്പന്റെ ഈ കസേരയിൽ എന്നെ സ്വീകരിക്കാൻ ഇരിക്കുമായിരുന്നു. ഇന്നത് ആ ബസ് സ്റ്റാൻഡ് തൊട്ട് എന്നെ സ്വീകരിക്കാൻ ഇരിക്കുകയാണ്. നിത്യത ഒരു റിയാലിറ്റി ആണെങ്കിലേ ഈ ജീവിതത്തിൽ വന്നിട്ട് കാര്യമുള്ളൂ. സ്വോത്രം 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 സ്വോത്രം. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞ ഡയലോഗ് കേൾക്കണോ? അപ്പന് പെട്ടെന്ന് വിസ കിട്ടി, ആ അപ്പം പോയി, നമുക്കിനി എപ്പോഴാ പോകാൻ പറ്റുക? എത്ര ക്ലിയറാ. അങ്ങനെയാണ് ആ അപ്പൻ പഠിപ്പിച്ചത്. പുള്ളിയെ വേണേ ഒരു കൊച്ചു കോടീശ്വരൻ എന്ന് വിളിക്കാവുന്ന സമ്പന്നനാ. ഏറ്റവും പ്രിയപ്പെട്ടത് പുള്ളിയുടെ ചങ്ക് പറിച്ചു കൊടുക്കുന്നതിന് തുല്യമായ മകളെ ബീഹാറിലേക്ക് കൊടുത്ത മനുഷ്യനാ. നിത്യത ഒരു സത്യമാണെങ്കിലേ ഈ ബൈബിൾ ക്ലാസ്സിൽ വന്നിട്ട് കാര്യമുള്ളൂ. ഇവിടെ ഒരു വീട് പണിയാനും ഒരു ജോലി കിട്ടാനും ഒക്കെ ആണെങ്കിൽ ഈ ക്ലാസ്സിൽ വരണ്ട, വേറെ ക്ലാസ്സിൽ പോകൂ. നിത്യതയ്ക്ക് വേണ്ടി ഒരു സമൂഹത്തെ ഒരുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ക്ലാസ്. നിത്യതയ്ക്ക് വേണ്ടി ഒരു സമൂഹത്തെ ഒരുക്കാൻ മാത്രമാണ് ഈ ക്ലാസ്. അതുകൊണ്ട് ചിലയിടത്ത് ചെത്തുകയോ ചിലയിടത്ത് വെടിപ്പാക്കുകയോ ചെയ്യുന്നെങ്കിൽ അത് നന്മയ്ക്ക. വിട്ടുവീഴ്ചയില്ലാത്ത യോഹന്നാൻ ഒരു ജനത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിന് അടിസ്ഥാനപ്പെടുത്തുന്നു. ന്യായവിധിയുടെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ആ ന്യായവിധിയിൽ നിന്ന് ഒഴിയാനാണ് സ്നാനം, മാനസാന്തരം, വിശുദ്ധ ജീവിതം. അങ്ങനെയുള്ളവർക്കാണ് ആത്മസ്നാനവും അഗ്നിസ്നാനവും. ഇന്ന് നമുക്ക് അത്രയും മതി അതിനെക്കുറിച്ച്. അപ്പോൾ ഇത്ര അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയായ യോഹന്നാൻ, ഒരു കളിതമാശം പറയാത്ത യോഹന്നാൻ, കരിങ്കല്ലിൽ ചിത്രം പോലെ സംസാരിക്കുന്ന ഈ മനുഷ്യൻ ആത്മസ്നാനത്തെ കുറിച്ച് ഇത്ര ഇടിവെട്ട് പോലെ പറഞ്ഞെങ്കിൽ ഈ വിഷയം എത്ര ഇമ്പോർട്ടന്റാ. ഈ മനുഷ്യന്റെ വാക്കുകൾ 4 പ്രാവശ്യം ഈ ബൈബിളിലുണ്ട്. എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു വിഷമവുമില്ല. 4 സുവിശേഷങ്ങളുടെ ആദ്യത്തെ 2ഓ 3ഓ അധ്യായത്തിനുള്ളിൽ കാണാം. അപ്പൊ അതെല്ലാം ഇപ്പൊ വായിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് തന്നെയാ ഈ വായിച്ചത് തന്നെ 4 പേര് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഓക്കെ, അതുകൊണ്ട് അതെല്ലാം വായിപ്പിക്കുന്നില്ല. 4 സുവിശേഷങ്ങളുടെ ആദ്യത്തെ പേജിൽ ഇപ്പോൾ നമ്മൾ വായിച്ചതുണ്ട്. അപ്പോൾ ആത്മസ്നാനത്തിന്റെ ഇമ്പോർട്ടന്റ് അഥവാ പരിശുദ്ധാത്മ നിറവൻ ജീവിതത്തിന്റെ പ്രാധാന്യത മനസ്സിലാക്കാൻ നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ചിന്ത യോഹന്നാൻ സ്നാപകന്റെ വാക്കുകൾ. ഇത്രയധികം ഗൗരവമേറിയ കാര്യം മാത്രം പറയുന്ന ഈ മനുഷ്യൻ ആത്മസ്നാനത്തെ കുറിച്ച് പറയാ. ഇനി എന്നെ ഒന്നുകൂടി ഒന്ന് കേട്ടെ. മത്തായി 3:11 നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഏൽപ്പിക്കുന്നതേയുള്ളൂ. 2 സ്നാനങ്ങളെ കമ്പയർ ചെയ്ത് പഠിപ്പിക്കുന്നു. കമ്പാരിസൺ. 2 അഭിഷിക്തന്മാരെ കമ്പയർ ചെയ്ത് പഠിപ്പിക്കുന്നു. 1 ഞാൻ, 2 യേശു. അഥവാ സ്നാപകനും യേശു. എന്റെ സ്നാനം വെള്ളത്തിൽ, അവന്റെ സ്നാനം തീയിൽ. വെള്ളത്തിൽ ഞാൻ നിങ്ങളെ മുക്കുന്നത് പോലെ അവൻ നിങ്ങളെ തീയിൽ മുക്കും. പൊള്ളുകയില്ല. ദൈവത്തിന്റെ തീ പല വിധത്തിലാണ് പ്രവർത്തിക്കുന്നത്. ദൈവം എന്നുള്ളത് ഇതിനെല്ലാം അർത്ഥമുള്ളൂ. ദൈവത്തെ ആരും കണ്ടിട്ടില്ലല്ലോ. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തും. അവൻ എന്നേക്കാൾ വലുതാ. അവന്റെ ചെരുപ്പഴിക്കാൻ ഞാൻ യോഗ്യനല്ല, ചെരുപ്പ് ചുമക്കാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ മുക്കും. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ മുക്കിയത് എങ്ങനെയാ? വെള്ളം ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവന്നില്ല.
നിങ്ങൾ വെള്ളത്തിനടുത്തോട്ട് വന്നു. നിങ്ങൾ കരയ്ക്ക് 10 കൊല്ലം നിന്നാലും സ്നാനം നടക്കുകയില്ല. ഞാൻ വെള്ളത്തിൽ നിൽക്കും, നിങ്ങൾ കരയ്ക്ക് നിൽക്കും. നിങ്ങൾ താഴോട്ട് എപ്പോൾ ഇറങ്ങുന്നോ അപ്പോഴേ ഇത് നടക്കുകയുള്ളൂ. കുറച്ചിറങ്ങിയാൽ പോരാ, മുങ്ങാവുന്ന അത്ര ഇറങ്ങി വരണം. വെള്ളം ഇവിടെയുണ്ട്. ഇതുപോലെ തന്നെയാണ് ആത്മസ്നാനം. പടം കാണിച്ചു പഠിപ്പിക്കുക കർത്താവ്. ഞാൻ ഈ വെള്ളത്തിൽ നിങ്ങളെ മുക്കിയത് എങ്ങനെയാണെന്ന് ഓർത്ത് നോക്കി. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി, നടന്ന് സ്റ്റെപ്പ് ഇറങ്ങി, വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങി, ഈ വെള്ളത്തിനകത്ത് വന്ന് കൈകൂപ്പി അനുതാപത്തോടെ കീഴടങ്ങി ഫ്ലെക്സിബിളായിട്ട് നിന്നപ്പോഴാണ് ഞാൻ നിങ്ങളെ മുക്കിയത്. ഇതുപോലെ പരിശുദ്ധാത്മാവിൻ എന്ന നദിയിലോട്ട് നിങ്ങൾ വിനയത്തോടെ, ഫ്ലെക്സിബിളായിട്ട്, അനുതാപത്തോടെ, താല്പര്യത്തോടെ കീഴടങ്ങാമെങ്കിൽ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തും. അതുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുവാൻ നിന്നടത്ത് നിന്നാ പോരാ, ഒന്ന് താഴോട്ട് ഇറങ്ങി വരണം. പടിക്കെട്ടുകൾ ഇറങ്ങി വരണം. അഹങ്കാരത്തിന്റെ പടിക്കെട്ടുകൾ താഴോട്ട് ഇറങ്ങി വരണം. നിഗളത്തിന്റെ പടിക്കെട്ടുകൾ ഉപേക്ഷിച്ച് താഴോട്ട് ഇറങ്ങി വരണം. അശുദ്ധ ജീവിതത്തിന്റെ പടിക്കെട്ടുകളെ പുറകിലേക്ക് എറിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങി വരണം. വിനയത്തോടെ ഇറങ്ങി വരണം. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തും. ഈ ക്ലാസ് പഠിച്ചു പോയാൽ പോരാ, നിങ്ങളെല്ലാവരും ആത്മാവിൽ നിറയണം. അതാണ് പ്രധാനം. ക്ലാസ് പഠിച്ച് പോയാൽ പോരാ, നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയണം. അപ്പോൾ സ്നാപക യോഹന്നാൻ ഈ വിഷയത്തെ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിപ്പിച്ചു. നമ്പർ 2, യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 4-ാം വാക്യം. ഉയർത്തെഴുന്നേറ്റ് യേശു ശിഷ്യന്മാരുമായിട്ട് കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ ഈ സ്ഥലം വിട്ടു പോകാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പിതൃ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. അപ്പോൾ യേശു ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അങ്ങനെയല്ലേ ആ വാക്യത്തിൽ മനസ്സിലാകുന്നേ? അതെ, വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. യേശു എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു 7 സ്ഥലത്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ 7:37. ഇതാണ് ഉപദേശം. അപ്പോൾ യേശുവിൻ്റെ വാക്കുകൾ ഈ പഠിക്കാൻ വേണ്ടി നമ്മളങ്ങോട്ട് ആഴത്തിലോട്ട് പോകുമ്പം ഉണർവ് കുറഞ്ഞു പോവേ. പക്ഷേ തിരുവെഴുത്തുകൾ അതിൻ്റെ അടുക്കിന് പഠിക്കാതെ പറ്റത്തുമില്ലല്ലോ. അതുകൊണ്ട് ആ വാക്യം ഒന്നുകൂടി ഒന്ന് ധ്യാനിക്കാൻ പോവുക. 7:37 വായിച്ചു, ഇനി 38 വായിച്ചു. അടുത്ത വാക്യം, അവൻ ഇത് ലഭിച്ച ആത്മാവിനെ കുറിച്ചാണോ? ലഭിപ്പാനുള്ള. നോട്ട് ചെയ്യേണ്ട കാര്യം അത്. യേശു ഇത് പറയുമ്പോൾ അവർക്ക് എന്ത് ലഭിച്ചിട്ടില്ല? ആത്മസ്നാനം ലഭിച്ചിട്ടില്ല. ലഭിക്കാൻ പോകണം. ഇത് തന്നെയല്ലേ സ്നാപകനും പറഞ്ഞത്? എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തും. യേശു പറഞ്ഞു ഇത് തന്നിൽ ലഭിക്കുമെന്ന്. ഇനി അടുത്ത വാചകം നോക്കി. ഇവിടെയാണ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗം വരുന്നത്. സാധാരണക്കാരെ ബാധിക്കുകയില്ല, ദൈവദാസന്മാരത് പഠിച്ചേ പറ്റുമല്ലോ, പഠിച്ചേ പറ്റൂ. പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പഠിച്ചു വരുന്നവർക്കെല്ലാം അതൊരു ഡൗട്ടായിട്ട് വരും. 37, 38, 39 39 വന്നപ്പോൾ പറയുകയാണ്, യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് ആത്മാവ് വന്നില്ല.
സംശയം എന്നാണെന്നറിയാവോ? പരിശുദ്ധാത്മാവ് അതിനു മുമ്പ് ഭൂമിയിൽ വന്നിട്ടില്ലേ? വന്നിട്ടില്ലേ? ഉണ്ട്. വന്നിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യം. മറിയയുടെ വന്ദനം. ഓക്കെ. അപ്പൊ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞല്ലോ. അപ്പൊ യോഹന്നാൻ 7:39 പറഞ്ഞത് ശരിയാണോ? പരിശുദ്ധാത്മാവ് വന്നുവരെ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് വന്നല്ലോ. യേശു കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞല്ലോ. അടുത്ത വാക്യം. ആ, ഇവിടെ 3 പേര് ആത്മാവിൽ നിറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കാതെ കാണിക്കാം. 39-ാം വാക്യം മുതൽ വായിച്ചോ. മതി. മറിയയുടെ വാക്ക് കേട്ടപ്പം എലിസബത്ത് ആത്മാവിലായി. അപ്പൊ മറിയ എങ്ങനെയായിരിക്കും? ഹല്ലേലൂയ. ഇങ്ങനെ ഉണ്ടല്ലോ, ഒരു എഴുന്നേക്കാൻ മേലാത്തൊരു ഹല്ലേലൂയ ഉണ്ടല്ലോ. അത് കേട്ടാ കേൾക്കുന്ന ഒരു ആത്മാവിലാകുകയല്ലേ? ആകുകയല്ലേ? മറിയയുടെ ഒരു പ്രൈസലോട് കേട്ടപ്പോൾ എലിസബത്ത് ആത്മാവിലായെങ്കിൽ മറിയയുടെ പ്രൈസലോട് എന്നാ തൂക്കമുള്ളതായിരിക്കും? പറയുകയാണെ തൂക്കമുള്ളത് പറയണം. ഇപ്പൊ ഇന്നലെ മരിച്ച അച്ചായനുണ്ടല്ലോ, ഞാൻ ഈ പോയ മരണ വീട്, ആ അച്ചായൻ ഒരു ഹല്ലേലൂയ പറഞ്ഞ ഹോള് നടുങ്ങും. അങ്ങനെയുള്ള 1-2 പേരൊക്കെ സഭയിലുള്ളതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്നത്. സ്തോത്രം. കാരണം ഇത് പെന്തക്കോസ്ത് സഭയാണല്ലോ, ഇതൊരു ഇച്ചിരി അനക്കമൊക്കെ ഉള്ള സഭയാ. സ്തോത്രം. മറിയ ഉറക്കെ ഒരു പ്രൈസലോട് പറഞ്ഞു. കേട്ട വഴി എലിസബത്ത് ആത്മാവിലായി. അകത്ത് കിടന്ന കൊച്ചും ആത്മാവിലായി. സ്തോത്രം. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ഇത് ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റിൽ നിന്ന് കാണിച്ചു. നീ ഓൾഡ് ടെസ്റ്റ്മെന്റിലോട്ട് പോയാലോ. ശിംശോന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നു. ഏലിയാവിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എലീശയുടെ മേൽ വന്നു. അപ്പോൾ യോഹന്നാൻ 7:39 ഒന്നും കൂടെ വായിച്ചേ. ആ, അർത്ഥം കേട്ടോണം. ആത്മാവ് അതിനു മുമ്പ് വന്നിട്ടുണ്ട്. എന്നാൽ അതൊരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി, ഒരു പ്രത്യേക സമയത്തേക്ക് മാത്രം ചില തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിൽ വരുന്ന കാര്യമാണ്. അതൊരു പ്രത്യേക സമയത്തേക്കേ ഉള്ളൂ, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയേ ഉള്ളൂ, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്കേ ഉള്ളൂ. അതൊരു കോമൺ കാര്യമല്ല. അപ്പൊ പിന്നെ എന്തോ പറഞ്ഞത് പറയാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ സംഭവം ഒരു സമയത്തേക്കുള്ളതല്ല, സെലക്റ്റഡ് ആളുകൾക്ക് വേണ്ടിയുള്ളതല്ല, ഒരു ഉദ്ദേശത്തിന് വേണ്ടിയുള്ളതുമല്ല, ഒരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. അന്നു മുതൽ ഇന്നു വരെ പരിശുദ്ധാത്മാവ് ജനത്തിന്റെ മേൽ വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രവാചകനെന്നോ പുരോഹിതനെന്നോ പാസ്റ്ററെന്നോ സെൻട്രൽ പാസ്റ്ററെന്നോ സഹോദരിയെന്നോ സഹോദരനെന്നോ വ്യത്യാസമില്ലാതെ യാചിക്കുന്ന ഏവരുടെയും മേൽ പകരുന്ന ആത്മാവ്. അപ്പോൾ യോഹന്നാൻ 7:37 ആ അനുഭവം ചിലരുടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഒന്നുകൂടെ വായിക്കുകയാണ്. യോഹന്നാൻ 7:37.
ആ ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. ആ എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയും പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. ആ അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ആ യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടില്ല എങ്കിൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ആമേൻ. ദാഹിക്കുന്ന യാചിക്കുന്ന ഏതൊരാൾക്കും വേണ്ടുവോളം ലഭിക്കുകയും നിറഞ്ഞു കവിഞ്ഞ് പുറത്തേക്കൊഴുകുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ അനുഭവം ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷം മാത്രമാണ് സംഭവിച്ചത്. അതിനു മുമ്പ് ചിലർക്ക് ലഭിച്ചത് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതല്ല. അല്ല, അത് ദൈവം തെരഞ്ഞെടുത്ത് അങ്ങ് കൊടുത്ത. എന്നാൽ ഇവിടെ പറഞ്ഞത് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക തന്നെയാണ്. ആവശ്യബോധത്തോടുകൂടെ ആഗ്രഹത്തോടുകൂടെ കർത്താവേ എന്നെ നിറയ്ക്കണമേ എന്ന് പറയുന്ന ഏതൊരാളെയും നിറയ്ക്കുന്ന, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ നിറയ്ക്കുന്ന, കുഞ്ഞുങ്ങളെയും പ്രായമുള്ളവരെയും നിറയ്ക്കുന്ന ആ ഒരു ആത്മനിറവിന്റെ അനുഭവം ക്രിസ്തുവിന്റെ കാൽവറിയാഗത്തിന് ശേഷമേ ഉള്ളൂ. കർത്താവിന്റെ കാൽവറി മരണത്തിലൂടെയാണ് ഇത് സാധിപ്പിച്ചത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ പോയിന്റിൽ നിൽക്കുന്നത് ക്രിസ്തുവിന്റെ വാക്കുകളാണ്. അതിന് ഒരു വാക്യം കൂടെ കാണിക്കാം. 7 യോഹന്നാൻ 16:7. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു. ഒന്ന് കേട്ടെ, യേശു കർത്താവ് പോകുന്നത് ശിഷ്യന്മാർക്ക് പ്രയോജനമാണ് എന്ന് പറഞ്ഞാൽ, അമേരിക്കയ്ക്ക് പോകുന്ന അമ്മ മോളോട് പറയുന്ന പോലെയാ, പോകുമ്പോ കരയരുത്, അമ്മ പോയാൽ നിങ്ങളെ എല്ലാം നാളെ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്ന പോലെയാ. പക്ഷെ അമേരിക്കയ്ക്ക് പോകുന്ന ആൾ മരിക്കുകയല്ലല്ലോ. പക്ഷെ യേശു പറഞ്ഞത് എന്തിന്റെ കാര്യാ? മരണത്തിന്റെ കാര്യാ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്വതന്ത്രം. ലോകത്തിൽ ആരെങ്കിലും മരിക്കുന്നത് പ്രയോജനമുണ്ടോ? യേശുവിന്റെ മരണം പ്രയോജനമുള്ളതാ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഇനിയുള്ളതാ ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ ഒരു അർത്ഥം ഒന്ന് ചിന്തിച്ചേ. ഇന്ന് രാത്രി ഒന്ന് ചിന്തിച്ചു, വീട്ടിൽ ചെന്നിട്ട് ഒരു ഹോംവർക്ക് ചെയ്യേ. ഞാനൊന്ന് ക്ലിയർ ആക്കട്ടെ. ഇന്ന് നാം പഠിക്കുന്ന, ഇന്ന് നാം പ്രാപിക്കുന്ന, ഇന്ന് നാം കൊതിക്കുന്ന ഈ അഭിഷേകത്തിന്റെ അനുഭവം, ഈ ആത്മസ്നാനത്തിന്റെ അനുഭവം, ഈ ആത്മനിറവിന്റെ അനുഭവം ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടുകൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഞാൻ പോകാഞ്ഞാൽ എന്നുള്ളിടത്ത് ബ്രാക്കറ്റിലിട്ടോണം, ഞാൻ മരിക്കാഞ്ഞാൽ. ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോട് ചേർന്നാണത് സംഭവിക്കുന്നത്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അപ്പം നേരത്തെ പറഞ്ഞത് അതും കൂടെ കൂട്ടിച്ചേർക്കണം. ക്രിസ്തു അന്ന് വരെ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ആത്മാവ് വരണമെങ്കിൽ ക്രിസ്തു മരിക്കണം, ഉയർക്കണം, തേജസ്കരിക്കപ്പെടണം. ചുരുക്കി അങ്ങ് പറയട്ടെ, ക്രിസ്തുവിന്റെ മരണത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട മണവാട്ടി സഭയെ ഈ മരുഭൂമിയിൽ നടത്താൻ വേണ്ടിയാണ് ഹോളി സ്പിരിറ്റ് വരുന്നത്. ക്രിസ്തുവിന്റെ മരണത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ദൈവസഭയെ ഈ പോരാട്ടത്തിന്റെ നടുവിൽ, ഈ പ്രതികൂലത്തിന്റെ നടുവിൽ, ഈ പ്രലോഭനങ്ങളുടെ നടുവിൽ വിശുദ്ധിയിൽ നിർത്താനാണ് പരിശുദ്ധാത്മാവിനെ അയച്ചത്. പരിശുദ്ധാത്മസ്നാനത്തിന്റെ പ്രാധാന്യത. രണ്ടാമത്തെ കുറിപ്പ് യേശുവിന്റെ വാക്കുകൾ എന്ന് നാം എഴുതി. ഓക്കെ, മൂന്നാമത്തെ കുറിപ്പ് കർത്താവിന്റെ ശിഷ്യന്മാരുടെ കാത്തിരിപ്പ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അവൻ അവനുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ
സ്നാനം കഴിപ്പിച്ചു. ആ. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവോട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. യോഹന്നാൻ പറഞ്ഞ ആത്മസ്നാനം യേശു കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. ക്ലിയർ ആയില്ലേ? യോഹന്നാൻ പറഞ്ഞ ആത്മസ്നാനം ഇപ്പോൾ യേശു കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഒരു ചോദ്യം, യോഹന്നാൻ ഇത് പറഞ്ഞു തുടങ്ങി, ക്രിസ്തു വരുമ്പം തരുമെന്നല്ലേ പറഞ്ഞേ? എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ വരുമ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? ആത്മസ്നാനം കിട്ടും. ക്രിസ്തു വന്നു, പ്രസംഗിച്ചു, പ്രവർത്തിച്ചു, ഇപ്പം മരിച്ചു, ഉയർത്തു. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ യേശു ഉയർത്തു. ശരിയല്ലേ? ഉയർത്തെഴുന്നേറ്റ് യേശു അല്ലേ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നേ? ആ അദ്ദേഹം പറയുകയാണ്, ഇനി അധികം കഴിയുന്നതിന് മുമ്പ് യോഹന്നാൻ പറഞ്ഞ സാധനം കിട്ടും. പിടികിട്ടിയോ? അപ്പൊ യോഹന്നാൻ പറഞ്ഞ സാധനം ഈ 3.5 കൊല്ലമായിട്ടും പറ കിട്ടിയിട്ടില്ല. പക്ഷെ മറന്നിട്ടില്ലെന്ന് ആര് പറഞ്ഞു? യേശു പറഞ്ഞു. യോഹന്നാൻ പറഞ്ഞ കാര്യം ഞാൻ മറന്നിട്ടൊന്നുമില്ല, പക്ഷെ അത് കിട്ടാറായിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്താൻ വന്ന സ്നാപകൻ യേശു രോഗികളെ സൗഖ്യമാക്കുന്ന കാര്യം ഒന്നും അല്ല പറഞ്ഞത്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തും. അപ്പൊ യേശുവിനെ കുറിച്ച് പറയാൻ ആധികാരികമായി പറയേണ്ട ആൾ യോഹന്നാനാ. അങ്ങേര് യേശുവിനെ കുറിച്ച് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. അതെന്തുവാ? ആത്മസ്നാനം തരുന്നവൻ. ആ ആത്മസ്നാനം തരുന്ന യേശു പറയുകയാണ്, അതെന്റെ മരണത്തിലൂടെ സംഭവിക്കുകയുള്ളൂ. അപ്പൊ ക്രിസ്തുവിന്റെ മരണത്താൽ നമുക്ക് പാപമോചനം കിട്ടിയെന്ന് നമുക്കറിയാം, നീതീകരണം കിട്ടിയെന്ന് നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ കിട്ടിയെന്നും കൂടെ നാം അറിയണം. ക്രിസ്തുവിന്റെ മരണത്താലാണ് ഈ വലിയ ദാനം നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ കർത്താവ് ആ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പൊ നമ്മൾ 3-ാമത്തെ കുറിപ്പിൽ നോക്കാൻ പോണത്, ശിഷ്യന്മാരത് ഏറ്റെടുത്തു. ശിഷ്യന്മാരത് ഏറ്റെടുത്തു. വാക്യം 12. അവർ യെരൂശലേമിന് സമീപത്തെ ഒരു ശബ്ബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒരു മല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങി പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫയുടെ മകനായ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ മകനായ യൂദാ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവൻ സഹോദരന്മാരോടും കൂടെ ഒരുവനെപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടിന്റെ ഒന്ന് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് ഒരു മുഴക്കമുണ്ടായി. നമ്മൾ പറഞ്ഞ കാര്യം സംഭവിച്ചു. അവിടെ നമ്മൾ പിന്നെ വരും. അപ്പൊ ശ്രദ്ധിച്ചേ, ആദിമ സഭ അല്ലെങ്കിൽ ആദിമ ശിഷ്യന്മാർ സ്നാപകൻ പറഞ്ഞതും യേശു പറഞ്ഞതും അവരേറ്റെടുത്തിട്ട് എന്ത് ചെയ്തു? കാത്തിരുന്നു. അതിൽ നിന്ന് ഈ അനുഭവത്തിന്റെ ഇമ്പോർട്ടൻസ് കുറെ കൂടെ വ്യക്തമാകുന്നു. ആദിമസഭയ്ക്ക് ഇത് അത്യാവശ്യമായിരുന്നു. അവരതിനു വേണ്ടി കാത്തിരുന്നു. കാത്തിരുന്നത് മറ്റെല്ലാ പ്രോഗ്രാമും ക്യാൻസൽ ചെയ്തേച്ചാ. ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ക്യാൻസൽ ചെയ്യാവോ? ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു വില കൊടുക്കാവോ? അവരെല്ലാ പ്രോഗ്രാമും ക്യാൻസൽ ചെയ്തു. ഇനി ഇത് കിട്ടിയിട്ടേ ബാക്കിയുള്ളൂ. സ്നാപകൻ പറഞ്ഞ ആ അനുഭവം ഇവര് 3.5 കൊല്ലം ഇത് കേട്ടോണ്ടിരിക്കുക. 120 പേരെ ഒറ്റയടിക്ക് പ്രാപിക്കാൻ കാര്യം എന്നാന്നറിയോ? 3.5 കൊല്ലത്തെ ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നോണ്ടാ. ഇന്നാരും പ്രാപിക്കാത്ത എന്നാന്നറിയോ? ഇതിനെക്കുറിച്ച് മിണ്ടുന്നേ ഇല്ലല്ലോ.
നിങ്ങളുടെ സഭയെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു സഹോദരി പറഞ്ഞത് യോഗം തീരുമ്പം പറയുമെന്നാണ് പറഞ്ഞു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്, ഈ ഒരൊറ്റ കാര്യമുള്ളൂ പരിശുദ്ധാത്മാവിനെ കുറിച്ച്. നമ്മുടെ ജനം വചനത്തെ ബഹുമാനിക്കുന്ന ജനമാണ്. വചനത്തിലുണ്ടെങ്കിൽ സ്വീകരിക്കും. വചനത്തിൽ നീ കാര്യം ഓർമ്മപ്പെടുത്തുന്ന ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു 20 കൊല്ലമായിട്ട് വളരെ കുറഞ്ഞിരിക്കുന്നു. ആരെങ്കിലും പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ യോഗം വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവരെ ഒരു 2ാം ഗ്രേഡായിട്ടാണ് പറയുന്നത്. പുള്ളി ഒരു കാത്തിരിപ്പിയോക്കാരനാ. 2nd ഗ്രേഡ് പാസ്റ്റേഴ്സിൽ പെടുത്തി അവരെ. ആരാ ഫസ്റ്റ് ഗ്രേഡ്? തിയോളജി പഠിപ്പിക്കുന്നവരാ ഫസ്റ്റ് ഗ്രേഡ്. അത് ഫസ്റ്റ് ഗ്രേഡായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. പക്ഷെ ഈ സാധനം പഠിച്ചേ ആത്മനിറവില്ലാതെ ആയോ എല്ലാവരും? നിങ്ങളുടെ മക്കൾ അന്യഭാഷ പറയുന്നുണ്ടോ? നിങ്ങളുടെ പിള്ളേർ അഭിഷേകം പ്രാപിച്ചോ? നിങ്ങളതിനെക്കുറിച്ച് ബോധേഡാണോ? മാത്തമാറ്റിക്സിന്റെ ട്യൂഷൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചല്ലോ. അന്വേഷിച്ച് നേരത്തെ കണ്ടുപിടിച്ചല്ലോ. കൊച്ചു ജനിച്ചപ്പോൾ തന്നെ അഡ്മിഷൻ എടുത്തു വെച്ചിരിക്കുക. അഭിഷേകം പ്രാപിക്കാൻ എന്നാ ചെയ്തേ? എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ന്യൂയോർക്കിൽ പിള്ളേരെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വിളിച്ചിരുത്തിട്ട് പറഞ്ഞു, അങ്കിളെ പിള്ളേരെ അഭിഷേകം പ്രാപിക്കാൻ പ്രാർത്ഥിക്കണം. പിള്ളേരെ അഭിഷേകം പ്രാപിക്കാൻ നിങ്ങൾ പേരൻസ് എന്ത് ചെയ്തു എന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് അത്രത്തോളം ബന്ധമുള്ള വീടായതുകൊണ്ട് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു എന്ന് പഠിപ്പീര്, 2 കൊല്ലം പഠിപ്പീര്. അത് കഴിയുമ്പോൾ പ്രാപിച്ചോളൂ. വചനത്തിൽ എന്തു പറയുന്നു എന്ന് പറഞ്ഞു കൊടുക്ക്, പിള്ളേർക്ക് പറഞ്ഞു കൊടുക്ക്. യോഹന്നാൻ സ്നാപകൻ 3.5 കൊല്ലം പറഞ്ഞു, യേശു ക്രിസ്തുവും പറഞ്ഞു. 120 പേര് പ്രിപ്പയറായി. ദാഹിക്കുന്നവനെല്ലാം. അപ്പൊ ഒരു ചോദ്യം, ദാഹം എങ്ങനെയാ ഉണ്ടാകുന്നത്? ഒരു സാധനത്തെ കുറിച്ച് 10 പ്രാവശ്യം പറഞ്ഞാൽ കണ്ടു നിൽക്കുന്നവർക്ക് ദാഹം ഉണ്ടാവും. ഈ സാധനേ സൂപ്പറാട്ടോ, കുടിക്കണം തോന്നിയില്ലേ പിള്ളേരെ? അതിന്റെ പണി. ലോകത്തിൽ എവിടെ ചെന്നാലും കൊക്കക്കോള എന്നാന്ന് പറഞ്ഞാൽ അറിയാം. എന്നാ കാര്യം? സച്ചിൻ തെണ്ടുൽക്കറല്ലേ പരസ്യമായിട്ട് പിടിച്ചോണ്ട് നിൽക്കുന്നത്. യേശുക്രിസ്തു ആരാന്ന് പറഞ്ഞാൽ അറിയത്തില്ല ബീഹാറുകാർക്ക്, പക്ഷെ കൊക്കക്കോള എന്ന് പറഞ്ഞാൽ അന്നേരം അറിയാം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കാത്ത സഭ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഗുണമുണ്ട്, എനിക്കത് ബോധ്യപ്പെട്ടു. ഞാനിപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക, രാജ്യങ്ങൾ തോറും കണ്ടുകൊണ്ടിരിക്കുക. ആളുകളുടെ ഇടയിൽ വലിയ ദാഹം വന്നിരിക്കുക. ഒരു ഉണർവിന്റെ കാറ്റടിച്ചു തുടങ്ങി. ഞാൻ വലിയ മുഴക്കം കേൾക്കുന്നുണ്ട്. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് അനേകരെ അഭിഷേകത്തിലോട്ട് നടത്തും. ഇത് അനേകരുടെ കണ്ണ് തുറപ്പിക്കും. ഇത് അനേകരുടെ കെട്ടഴിക്കും. അനേക മുൻവിധികളെ മാറ്റും. അനേക ഭയങ്ങളെ മാറ്റും. അനേക സംശയങ്ങളെ മാറ്റും. സംശയം കൊണ്ടുവരുന്നത് പിശാച. പരിശുദ്ധാത്മാവ് ബോധ്യം തരുന്നയാളാ. ബോധ്യം. പിശാച് സംശയം കൊണ്ടുവരും, പരിശുദ്ധാത്മാവ് ബോധ്യം കൊണ്ടുവരും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവീൻ. ആദിമ ശിഷ്യന്മാർ എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് കാത്തിരുന്നു. ഇനി കാത്തിരുന്ന കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കി. 13-ാം വാക്യത്തിൽ പത്രോസ് ഉണ്ട്, യോഹന്നാനുണ്ട്. ഇവരാണ് ഫസ്റ്റ് ഗ്രേഡ് ആൾക്കാർ. ഇന്നത്തെ ഭാഷ പറഞ്ഞ സൂപ്രണ്ടെന്നോ സീനിയർ മോശമെന്നൊക്കെ വിളിക്കാവുന്നവരല്ല ഇപ്പൊ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കാൻ കുത്തിയിരിക്കുക. പദവികൾ മറന്ന് മറ്റെല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്തിട്ട് അവർ അതിനുവേണ്ടി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ ഇമ്പോർട്ടൻസ് മനസ്സിലാകും. ഓക്കെ,
നാലാമത്തെ കുറിപ്പ് ഇപ്പോൾ എഴുതിയത്, നിങ്ങൾ എഴുതിയത് തെറ്റിയെങ്കിൽ ചൊവ്വ എഴുതിക്കണം. കർത്താവിന്റെ ശിഷ്യന്മാരുടെ കാത്തിരിപ്പ് എന്നെഴുതണം. ആദിമസഭയുടെ എന്നല്ല. നാലാമത്തേത് ആദിമസഭയുടെ, സഭ പിന്നെ രൂപം കൊണ്ടത് 2:1 തൊട്ടാണ് ചർച്ച് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. മറ്റേ ഒരു സംഘമായിരുന്നു. ആദിമസഭയുടെ മുൻഗണന ആണ് നമ്മുടെ നാലാമത്തെ കുറിപ്പ്. ഇമ്പോർട്ടൻസ്, ആദിമസഭയുടെ മുൻഗണന. അപ്പോസ്തല പ്രവൃത്തി 8:14. കേൾക്കുന്നുണ്ടോ? ഈ ഒരൊറ്റ ഭാഗം പഠിച്ചാൽ മതി, ഇത് സംബന്ധിച്ചുള്ള മുഴുവൻ സംശയം തീരും. ഇത് പഠിക്കാനാണേലോ ഗ്രീക്ക് പഠിക്കേണ്ട ആവശ്യം ഇല്ലതാനും. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഗ്രീക്ക് പഠിക്കേണ്ടെന്നല്ല, ആർക്കും സാധിക്കും. വളരെ കുറച്ച് പേർക്കല്ലേ ഇതൊക്കെ സാധിക്കുന്നുള്ളൂ. സാധാരണക്കാരനെ കുഴയ്ക്കരുത്. ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കി. വായിച്ചതിനും ഇപ്പൊ കേട്ടല്ലോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശമരിയായിൽ കുറച്ച് പേര് വിശ്വാസി വന്നു. എങ്ങനെയാ വിശ്വാസി വരാൻ കാര്യം? 4 മുതൽ വായിച്ച് 8. അവിടെ നിർത്തിക്കോ, പഠിച്ചിട്ട് പോകാം. ചിതറിപ്പോകാൻ എന്നാ കാര്യം? ഉപദ്രവം ഉണ്ടായി. 8:1. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും ചിതറിപ്പോയി. അപ്പൊ അപ്പോസ്തലന്മാര് പോയിട്ടില്ല. ക്ലിയർ അല്ലേ? അപ്പോസ്തലന്മാര് പോയിട്ടില്ല. അപ്പൊ പിന്നെ പോയതാരാ? സാധാരണക്കാര്. ആ സാധാരണക്കാരിൽ ഒരുത്തൻ 4:5 അപ്പോസ്തലന്മാര് പോന്നിട്ടില്ല. അപ്പൊ ഈ ഫിലിപ്പോസ് ഏതാ? 6:1 എടുത്തേ. നമുക്ക് അല്പസമയം ലാഭിക്കാം. കമ്മിറ്റിയിലേക്ക് വരികയാണ്. കമ്മിറ്റിക്ക് ആളെ എടുക്കുക. ഒന്നാമത്തെ ആള് സ്തേഫാനോസ്. അപ്പോസ്തലന്മാരിൽ പെട്ടതല്ല. 2nd ഗ്രേഡിലെ ഫസ്റ്റ് ആണ് സ്തേഫാനോസ്. 2nd ആണ് ആര്? ഫിലിപ്പോസ്. ആ പുള്ളി ഇപ്പൊ എന്ത് ചെയ്തു? ശബരിയ പട്ടണത്തിൽ ചെന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. പോട്ടെ, ഇങ്ങനെ അവിടെ വേലയുണ്ടായി. അപ്പോൾ കേന്ദ്രത്തിൽ വിവരം അറിഞ്ഞു, ഇവിടെ കുറച്ച് പേര് സ്നാനപ്പെട്ടെന്ന്. ചർച്ചിന് അങ്ങനെ ഒരു കേന്ദ്രമൊക്കെ ഉള്ളത് നല്ലതാ, ഉണ്ട്, ഇല്ലാന്നൊന്നും പറയണ്ട. ചർച്ചിന് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. ലോക്കൽ സഭ സ്വതന്ത്രമാണ്, പൂർണ്ണമാണ്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ കർത്താവുണ്ട്. പക്ഷേ അതിനൊരു മേൽനോട്ടവും പരിപാലനവും ഉള്ളതും കൂടെയാണ് ബൈബിളിലെ സഭ. അതെ, നമ്മൾ അത് വിശ്വസിക്കുന്നവരാ. അപ്പം ശമരിയിലെ പ്രവർത്തനം ഓക്കെ, നല്ല പ്രവർത്തന. കേന്ദ്രത്തിൽ വിവരം കിട്ടി, ഇവിടെ കുറച്ച് പേര് വിശ്വാസി വന്നു. പക്ഷെ എന്തില്ല? അപ്പോ സ്നാനപ്പെട്ട പിന്നെ അടുത്ത് എന്തുവാ? ആ ഒരു മുൻഗണന ഇപ്പൊ ഉണ്ടോ? ആ ഒരു മുൻഗണന ഇപ്പൊ ഉണ്ടോ? എങ്ങനെയേലും ഒന്ന് സ്നാനപ്പെടുത്തുക എന്നുള്ളത് തന്നെ വലിയ പാടായിട്ടിരിക്കുക. സ്വതന്ത്രം. അമ്മമാര് ഞങ്ങളോടൊക്കെ പറയുന്ന, എൻ്റെ പാസ്റ്ററെ അവനെ ഒന്ന് സ്നാനപ്പെടുത്തി, ഇനിയിപ്പോൾ കല്യാണമൊക്കെ വരികയല്ലേ. സ്വതന്ത്രം. അതിനേക്കാൾ പ്രധാനമാണ് അഭിഷേകം പ്രാപിക്കുക എന്നുള്ളത്. വിശ്വാസികളുടെ മക്കൾ അഭിഷേകം പ്രാപിച്ച് കഴിഞ്ഞു മതി സ്നാനം. സ്തോത്രം. സ്നാനം നമുക്ക് ഇന്ന് രാത്രി വേണേൽ നടത്താം. പക്ഷെ അഭിഷേകം നമ്മളെ കൊണ്ട് നടത്താനൊക്കെ ഇല്ല, തമ്പുരാൻ തരണ്ടേ. അപ്പൊ അന്നത്തെ ചർച്ചിന്റെ മുൻഗണന കണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇമ്പോർട്ടൻസ് പഠിക്കാൻ ഇതൊക്കെ മതി. ശമര്യയിൽ കുറച്ച് പേര് വിശ്വാസി വന്നപ്പോൾ ഈ സഭക്കാരത് അവിടെ അറിയിച്ചു. ഇനി വായിച്ചോ.
പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരുടെ ആരുടെയും മേലും ആത്മാവ് വന്നിരുന്നില്ല. കേട്ടോ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. പക്ഷെ എന്തുണ്ടായിട്ടില്ല? നമ്മൾ ഈ പറയുന്ന അഭിഷേകം അല്ലെങ്കിൽ ആത്മസ്നാനം, ആത്മനിറവ് ലഭിച്ചിട്ടില്ല. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി 2 ഒരു ഒറ്റ സംഭവമേ ഉള്ളൂ എന്ന് ചിലർ വാദിക്കുന്നു. അത് വചനവിരുദ്ധമായ ഉപദേശമാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ സംഭവം കഴിഞ്ഞ് 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന കാണുന്നു. ശരിയാണോ? കാണുന്നു. അങ്ങനെയാണെങ്കിൽ 2000 കൊല്ലം കഴിഞ്ഞ് ഇന്ന് കുവൈറ്റിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന നടത്തിയാൽ അത് വചനപ്രകാരമുള്ളതാണ്. ഇനി പ്രാർത്ഥിച്ച വിധം നോക്കി. അന്ന് വരെ അവരുടെ മേൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. കൈവച്ച് പ്രാർത്ഥിച്ചു അഭിഷേകത്തിന് വേണ്ടി. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ച ശീമോൻ കണ്ടാറേ. ഇനി അടുത്ത ചോദ്യം. മതി ഇന്നത്തെ ക്ലാസിന്റെ ഒടുവിലേക്ക് എത്തുകയാണേ. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോസ്തലന്മാർ വന്ന് കൈവച്ചപ്പോൾ ആത്മാവ് വന്നത് ശീമോൻ കണ്ടു. എങ്ങനെ കണ്ടു? ആത്മാവിനെ കാണാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റുമോ? യേശുവിന്റെ മേൽ വന്ന പോലെ പ്രാവ് പോലെയാണോ വന്നേ? എന്തോ വെളിയിലുള്ളവർക്ക് അറിയാവുന്ന പോലെ എന്തോ അവിടെ സംഭവിച്ചു. അതാ ഞാൻ പറഞ്ഞു, ഈ ഒരൊറ്റ ഭാവം പഠിച്ചാൽ മതി. 2-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 33 വായിച്ചേ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി. അവിടെ നോക്കണം, അവിടെയാ ശ്രദ്ധിക്കണം. നിങ്ങളീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ പരിശുദ്ധാത്മാഭിഷേകത്തിന് എന്തുണ്ട്? കാണാനും കേൾക്കാനും പറ്റും. ക്ലിയറായോ? രക്ഷിക്കപ്പെട്ടപ്പോ ആത്മാവ് വന്നു പാസ്റ്ററേ, അത് ശരിയാ. പക്ഷെ അത് കാണാൻ പറ്റിയില്ലല്ലോ. ഒരാൾ അഭിഷേകം പ്രാപിച്ചു എന്ന് മറ്റൊരാൾക്കും കൂടെ ബോധ്യപ്പെടുന്ന ഒരു അനുഭവത്തെയാണ് ആത്മസ്നാനമെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഒരാളോട് ആത്മസ്നാനം പ്രാപിച്ചതാണോ എന്ന് ചോദിക്കാം, പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് വിശ്വസിക്കുന്ന സഭയാണ് പെന്തക്കോസ്ത് സഭ. എന്നാൽ മറ്റു പല സഭകൾ അങ്ങനെയല്ല. രക്ഷിക്കപ്പെട്ട എല്ലാവരിലും പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന ഒരു മൊത്തക്കച്ചവടത്തിൽ ഹോൾസെയിൽ ബിസിനസ് പോലെ പറഞ്ഞു വിടത്തേ ഉള്ളൂ. ഓരോ വ്യക്തിയും ആത്മസ്നാനം പ്രാപിക്കണം. ഇനി ആരാ കണ്ടത്? ശീമോൻ. ഈ പുള്ളി ആരാ? എട്ടാം അധ്യായം 9 മുതൽ വായിച്ചു. അപ്പൊ അവന്റെ പണി എന്നായിരുന്നു? മന്ത്രവാദിയാ. കേൾക്കുന്നുണ്ടല്ലോ? വായിച്ചോ. നാട്ടുകാരെ മുഴുവൻ വിരട്ടിയിട്ടിരിക്കുക. പരിശുദ്ധാത്മാഭിഷേകം ഇല്ലെങ്കിൽ മന്ത്രവാദിയെ പേടിക്കും. പരിശുദ്ധാത്മാഭിഷേകം ഇല്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സാധനം പറഞ്ഞാൽ മതി, അവരെ വിരട്ടാം. ഭക്ഷണത്തിൽ കൂടെ തന്നതാണ്, ചരട് കെട്ടിയതാണ്, വീട്ടിൽ കൊണ്ട് കുഴിച്ചിട്ടതാണെന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി, പേടിച്ചു പോകും. ഈ പുള്ളി ഇങ്ങനെ ആളുകളെ വിരട്ടുന്നയാളായിരുന്നു. വായിച്ചോ. അവനൊരു ദൈവശക്തി ഉണ്ടെന്ന് പറഞ്ഞു ഫലിപ്പിച്ചു. യഥാർത്ഥ ശക്തി വന്നപ്പോ പൊളിഞ്ഞു.
അടുത്ത വാക്യം നോക്കി. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവനെ ഭ്രമിപ്പിക്കുകയത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. ആ, എന്നാൽ ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അടുത്തത് താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്നു. കേട്ടോ, ശീമോച്ചനും പണി നിർത്തി സ്നാനപ്പെട്ടു. കാരണം അതിനേക്കാൾ പവർ ഫിലിപ്പോസിലുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഗുണപ്പെട്ടില്ല, സ്നാനപ്പെട്ടതേ ഉള്ളൂ. സ്നാനപ്പെട്ട എല്ലാവരും ഗുണപ്പെട്ടിട്ടില്ല, ഗുണപ്പെട്ട എല്ലാവരും സ്നാനപ്പെട്ടിട്ടുമില്ല. എനിക്ക് ഗുണപ്പെട്ട ഒരുപാട് പേരെ അറിയാം, പക്ഷെ അവർ സ്നാനപ്പെടാതെ ഇങ്ങനെ ഉരുണ്ട് കളിക്കുക. എന്താ സ്നാനപ്പെട്ട ചിലരെ എനിക്കറിയാം, അവർ ഗുണപ്പെട്ടിട്ടില്ല. ചേഞ്ച് കാണുന്നില്ല, രൂപാന്തരം കാണുന്നില്ല. സ്വതന്ത്രം. ഇവൻ ആൾ സ്നാനപ്പെട്ടതാണ്, പക്ഷെ ഗുണപ്പെട്ടിട്ടില്ല. വായിച്ചോ. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അവന് പേടിയാ, കാരണം അത് ശരിയായിട്ടില്ലല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് ഈ മിഷണറിമാർ, ദൂരെ നിന്നുള്ള ദൈവാസന്മാർ വന്ന് കൈവെക്കുന്നത് പുള്ളി. അപ്പൊ എല്ലാവരും ഈ അഭിഷേകം പ്രാപിക്കുന്ന സമയത്ത് എല്ലാവരും കണ്ണടച്ചിരിക്കുകയായിരുന്നു, ഇവൻ മാത്രം കണ്ടു തുറന്നിരിക്കുകയായിരുന്നു. കാരണം ഇതിനകത്ത് ടെക്നിക്ക് എല്ലാതൊന്നും അറിയണ്ടേ, കാരണം ഇവൻ ഇത്രയും കാലം ടെക്നിക്കായിരുന്നല്ലോ. തട്ടിപ്പും കൊണ്ട് നടന്നവർ ഇതിനകത്ത് വന്നാലും ചെറിയൊരു തട്ടിപ്പ് അകത്ത് വെച്ചോണ്ടാ കളി. സ്വതന്ത്രം. അപ്പൊ പുള്ളി ഇത്രയും കാലം മാജിക്കാണ്, മന്ത്രമാണെന്നൊക്കെ പറഞ്ഞ് വെറും തട്ടിപ്പാളുകളെ പേടിപ്പിക്കുക. അതുപോലെ പത്രോസിന്റെ കയ്യിൽ ഏതോ ഒരു പരിപാടി ഉണ്ടെന്ന് തോന്നിയിട്ട് ആളുകൾ അഭിഷേകം പ്രാപിക്കുന്നത് കണ്ടു. എന്ന് പറഞ്ഞാൽ ഇവന്റെ മന്ത്രം കൊണ്ട് നടക്കാത്തത് പത്രോസിന്റെ കൈവെപ്പിലൂടെ ഇവൻ കണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ചിന്തിക്കാതെ പറ്റിയില്ല, കാരണം ഞങ്ങൾ ഫുൾ ടൈം വേദോസം ധ്യാനിക്കുകയല്ലേ. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് വന്നത് ശീമോൻ കണ്ടു. എന്തുവാ കണ്ടത്? വെറും അന്യഭാഷ മാത്രമാണോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടത് പറയട്ടെ. ഈ ഒരു വക പറഞ്ഞാൽ കേൾക്കില്ലാത്ത ഞങ്ങളുടെ സഭയിലെ കുറച്ച് പിള്ളേര് ഒരാഴ്ചത്തെ ഉപവാസം നടക്കുക. ഒരു 4-ാം ദിവസമായപ്പോ ഈ കൊച്ചു പിള്ളേരുണ്ട്, ഈ ഇരിക്കുന്ന പിള്ളേരുടെ ടൈപ്പ് പൊട്ടിക്കറിയ. എനിക്കുണ്ടായ സന്തോഷം, അവരുടെ മേൽ ദൈവാത്മാവ് വന്നു, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ കണ്ണടയ്ക്കാത്ത പുള്ളികൾ അന്നത്തെ ദിവസം കണ്ണ് തുറന്നേയില്ല. കൈയടിക്കാനെന്ന് പറഞ്ഞാൽ കൈയടിക്കാത്ത പിള്ളേര് എന്റെ പൊന്നെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. പിറ്റേ ആഴ്ചയിലൊക്കെ ഞാൻ നോക്കിയ പിള്ളേരിൽ വന്ന മാറ്റം അത്ഭുതാവഹമാണ്. ഇതാ ശീമോൻ കണ്ടത്. ഇതുപോലെ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പവർ ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏതൊരു മനുഷ്യനെയും മാറ്റിമറിക്കുന്ന, സ്വഭാവ രൂപീകരണം ഉണ്ടാക്കുന്ന, പാതാള ഗോപുരങ്ങളെ വെല്ലുവിളിക്കുവാൻ തക്കവണ്ണം സാധാരണക്കാരനെ ശക്തരാക്കുന്ന ആത്മശക്തി. മന്ത്രവാദിയായ ശീമോൻ പോലും പോക്കറ്റിൽ നിന്ന് കാശെടുത്തു. കവറൊന്നുമില്ല, ഉള്ളത് ഇങ്ങനെ ചുരുട്ടി പിടിച്ച് കൊണ്ടുവന്ന് പത്രോസിന് കൊടുത്തു. വായിച്ചു നോക്കി. അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവനെ പരിശുദ്ധാത്മാവിലേക്ക് തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരണമെന്ന് പറഞ്ഞു. കണ്ടോ, മന്ത്രവാദികള് ചെറിയ പുള്ളികളൊന്നും അല്ല. മന്ത്രവും ഇത് മുഴുവൻ തട്ടിപ്പല്ലേ. ഈ തട്ടിപ്പ് നടത്തുന്നവർ ഭയങ്കര ബുദ്ധിമാന്മാരാ. മാനമര്യാദയ്ക്ക് ജീവിക്കാൻ അത്രയും ബുദ്ധിയൊന്നും വേണ്ട, ആളുകളെ പറ്റിക്കുന്നവരാണ് ബുദ്ധിമാന്മാര്. അപ്പൊ ഇവൻ ഇത്രയും പേരെ പറ്റിച്ചെങ്കിൽ ഇവൻ ആരാ? ആമൻ കാശ് കൊണ്ട് കൊടുക്കണമെങ്കിൽ ഇവിടെ നടന്ന എന്തുവാ? ഇവിടെ വെളിപ്പെട്ട ശക്തി അവനെ പോലും അത്ഭുതപ്പെടുത്തി. ആദിമ സഭയുടെ മുൻഗണന. ഏറ്റവും ഒടുവിൽ ഒരൊറ്റ കുറിപ്പോടെ തന്നു നിർത്താം. 5 കാര്യം. 5-ാമത്തേത് അപ്പോസ്തല പ്രവൃത്തി 10:19. 19:1. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു.
ആദിമ അപ്പോസ്തലന്മാരുടെ മുൻഗണന. ഇത് 5-ാമത്തെ പോയിന്റ്. ഇന്നിവിടെ നിർത്തുകയാണേ. അന്ന് ഒരു സീനിയർ പാസ്റ്റർ ഒരു വിശ്വാസിയെ കണ്ടാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്നാ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അങ്ങനെയെങ്കിൽ അന്നത്തെ ചർച്ച് ലീഡേഴ്സിന് ഫസ്റ്റ് പ്രയോറിറ്റി ആത്മസ്നാനത്തിനായിരുന്നു. ഒന്ന്, സ്നാപക യോഹന്നാന്റെ വാക്കുകളിൽ പരിശുദ്ധാത്മസ്നാനത്തിന് 1-ാം സ്ഥാനം. നമ്പർ 2, യേശു ക്രിസ്തുവിന്റെ വാക്കുകളിൽ പരിശുദ്ധാത്മസ്നാനത്തിന് 1-ാം സ്ഥാനം. 3, ആദിമ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മസ്നാനത്തിന് 1-ാം സ്ഥാനം. 4, ആദിമ സഭയുടെ മുൻഗണനയിൽ പരിശുദ്ധാത്മസ്നാനത്തിന് 1-ാം സ്ഥാനം. 5, ആദിമ അപ്പോസ്തോലിക നേതാക്കൾക്ക് 1-ാം സ്ഥാനം പരിശുദ്ധാത്മസ്നാനത്തിന്. ഇത്ര പ്രധാനപ്പെട്ട ഈ അനുഭവം ഇന്നത്തെ സഭ മറന്നു കളഞ്ഞുവോ? ഇത്ര പ്രധാനപ്പെട്ട അനുഭവം ഇന്നത്തെ ലീഡേഴ്സ് മറന്നു കളഞ്ഞുവോ? അതിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു.